ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെയേറെ ആദരണീയനായ പ്രൗഢമായ വേദിയുടെ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന അഭിനന്ദരായ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, നല്ലവരായ നാട്ടുകാരന്മാരെ, സുഹൃത്തുക്കളെ, ഉമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂടിയിട്ട് നൽകുന്ന കബൂൽ ചെയ്യുമാറാകട്ടെ. അവന് പൊരുത്തമുള്ളവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പൊരുത്തി അനുഗ്രഹിക്കട്ടെ. അവസാനം ഈമാൻ സലാമത്തായി സന്തോഷത്തോടുകൂടെ ആഖിറം രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പൊരുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സമയം കൃത്യമായി 10 മണിയായിട്ട് സാധാരണ ഒരു പരിപാടി അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോഴാണ് മുഖ്യപ്രഭാഷണം എന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങുന്നത്. എന്നാലും സാധാരണ ഞാൻ പറയാത്ത ഒരു കാര്യം ഈ സദസ്സിനോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സ്വീകരിക്കാം. നമ്മൾ സാധാരണ പ്രസംഗിക്കുമ്പോൾ നമ്മൾ അവിടെ തന്നെ ഇരിക്കണമെന്ന് പറയാറില്ല. അതിന്റെ കാരണം നമ്മുടെ പ്രസംഗം നിലവാരമുണ്ടെങ്കിൽ ആളുകൾ ഇരിക്കും, കേൾക്കും. അത് വിരസമാകുമ്പോൾ അല്ലെങ്കിൽ അവർ പോകും, അത് സ്വാഭാവികമാണ്. പക്ഷെ ഇന്നത്തെ ദിവസം ഏതായാലും നമ്മൾ വന്നിരുന്നു. എനിക്ക് തോന്നുന്നത് ഇത്രയും വലിയ ഒരു മജ്‌ലിസ്, ഏറെക്കുറെ കൊല്ലത്തുള്ള വലിയൊരു ജനസഞ്ചയം SYSന്റെ ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ മനസ്സ് തുറന്ന് നിങ്ങളോട് പറയാനും നിങ്ങളത് കാതുകൊടുപ്പിച്ച് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാനൊരു 8 വർഷത്തോളായി ഇവിടെ ജോലി ചെയ്യുന്നത്. ഇനിയൊരു അവസരം ഇത് പറയാൻ ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ മറ്റു തെറ്റുകളും ഏതായാലും ഇവിടെ ഭക്ഷണം നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് നമുക്കൊരു ഭക്ഷണമാക്കൊന്നും വേണ്ട. ആ ഭക്ഷണവും സ്വീകരിച്ചിട്ട് നമുക്ക് പിരിയാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ 100 വർഷം പൂർത്തിയാക്കാനിരിക്കുകയാണ്. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ 2026 ഫെബ്രുവരി മാസത്തിൽ കാസർഗോഡ് ജില്ലയിൽ ആ മഹാസംഗമം നടക്കാനിരിക്കുകയാണ്. ഒരു പ്രസ്ഥാനം അതിന്റെ 100 വർഷം പൂർത്തിയാക്കുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. 100 വർഷം ഒരു സംഘടന പൂർത്തീകരിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ച് ഒരു ആദർശബന്ധിതമായ പ്രസ്ഥാനം, കൃത്യമായ അടുക്കും ചിട്ടയും നിലപാടുകളും വിശ്വാസങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രസ്ഥാനം രൂപീകൃതമായ അതേ ലക്ഷ്യത്തിലും അതേ മാർഗത്തിലും വ്യതിചലിക്കാതെ ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കുക എന്നുള്ളത് അധികമൊന്നും ആവർത്തിക്കാത്ത കാര്യമാണ്. സമസ്തയേക്കാൾ പഴക്കം ചെന്ന സംഘടനകൾ വേറെയുണ്ടോ എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസമുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്, വേറെയും പ്രസ്ഥാനങ്ങളാണ്. പക്ഷെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അങ്ങനെ ഇളക്കം തട്ടാത്ത ആദർശങ്ങളോ വിശ്വാസങ്ങളോ ഒന്നുമില്ല. എന്നിട്ട് പോലും അവകളൊന്നും അതിന്റെ തനിമയിലോ മറ്റോ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഐഡിയോളജിക്കൽ കമ്മ്യൂണിസം, ആശയപരമായ കമ്മ്യൂണിസം ഇപ്പോഴും നിലനിൽക്കുന്നില്ല. അത് പ്രായോഗികമല്ല. കേരളത്തിൽ പോലുള്ളത് പൊളിറ്റിക്കൽ കമ്മ്യൂണിസമാണ്, രാഷ്ട്രീയ കമ്മ്യൂണിസം മാത്രമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ ലക്ഷ്യത്തിലല്ല നിലവിൽ പ്രവർത്തിക്കുന്നത് എന്ന് മാത്രമല്ല, എല്ലാവർക്കും ചേർന്ന് നിൽക്കാൻ കഴിയുന്ന വിശാലമായ ഒരു കൃത്യമായ ആദർശത്തിൽ ബന്ധിതമായ ഒരു പ്രസ്ഥാനമൊന്നുമല്ല അത്. വേറെ മതസംഘടനകളുണ്ടോ എന്ന് ചോദിച്ചാൽ അത്തരം പ്രസ്ഥാനങ്ങൾക്കൊന്നും നിലനിൽപ്പുണ്ടായില്ല എന്നുള്ളതാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 ജൂൺ 26 കോഴിക്കോട്ട് വെച്ച് ടൗൺ ഹാളിൽ മഹാനായ വരക്കൽ ബാലനബി മുല്ലക്കോയ തങ്ങളുടെ സുദീർഘമായ പ്രാർത്ഥനയോടുകൂടെ പ്രാരംഭം കുറിക്കപ്പെടുന്നത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന മഹാരഥന്മാരായ ഉലമാകൾ അവരുടെ നേതൃത്വത്തിൽ ഈ സംഘടന നിലവിൽ വരുന്നത്. പുതിയ എന്തെങ്കിലും ആദർശത്തെക്കുറിച്ച് പറയാനോ ഒരു പുതിയ വിശ്വാസത്തെ പ്രചരിപ്പിക്കാനോ ഒന്നുമല്ല സമസ്ത രൂപീകൃതമായത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പിന്നെ നാളിതുവരെ നൂറ്റാണ്ടുകളോളം, കൃത്യമായി പറഞ്ഞാൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധമായ ഇസ്ലാമിന്റെ സാന്നിധ്യമുണ്ടായ പ്രദേശമാണ്.
അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നിങ്ങളുടെ ഈ നാട് എന്ന് പറയുന്നത്. അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് പത്തേമാരിയിലോ പായക്കപ്പലിലോ കയറിയിട്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ 4 മാസക്കാലയളവിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കാറ്റടിച്ച് വീശുമ്പോൾ പായക്കപ്പലിൽ കയറിയാൽ കൃത്യമായി ഏതാണ്ട് 40 ദിവസം കൊണ്ട് 1435 നാഴിക സഞ്ചരിച്ച് അറബികൾ ഇവിടെ എത്താറുണ്ടായിരുന്നു എന്നാണ്. അവ അന്നു മുതലേ എത്രയോ നൂറ്റാണ്ടുകളുണ്ട് ഈ മണ്ണുമായിട്ട് അറേബ്യക്ക് ബന്ധമുണ്ട്. ഉത്തരേന്ത്യയിൽ പോകുന്നതിനേക്കാൾ എളുപ്പം അറേബ്യയിലേക്കുള്ള പോക്കുവരപ്പായിരുന്നു. അതുകൊണ്ട് ഇസ്ലാം ആ കാലഘട്ടത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിന് ആതിഥ്യമരുളാൻ, സ്വീകരിക്കാൻ, ആ വെളിച്ചത്തെ സ്വാംശീകരിക്കാൻ ഭാഗ്യം ലഭിച്ച പ്രദേശമാണ് നമ്മുടെ. അല്ലാഹുവിനെയുള്ള ഇസ്ലാമികമായ ഇസ്സത്തും വെളിച്ചവും നിലനിർത്തി പെരുമാറുക. അപ്പൊ നിങ്ങളുടെ ആത്മീയ പൈതൃകത്തിന്റെ പാരമ്പര്യത്തിന്റെ വേരുകൾക്ക് 1000-ലേറെ വർഷത്തിന്റെ പഴക്കമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആമുഖമായിട്ട് അത് സൂചിപ്പിച്ചത്. ഇവിടെ സ്വാഭാവികമായി ഞാൻ കൊല്ലക്കാർ മുഴുവനും എന്നെ കേൾക്കണമെന്ന്, പറ്റുമെങ്കിൽ കഴിയുന്നതിന്റെ മുമ്പ് നിങ്ങൾ പിരിഞ്ഞു പോകരുത് എന്ന് പറയാനുള്ള കാരണം പ്രാദേശികമായ ചില കാരണങ്ങളാണ്. എന്തിന് നിങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കൊടി പിടിക്കണം എന്ന് ഞാൻ പറയില്ല. നിങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമ്മേളനത്തിൽ വന്നേ തീരൂ എന്നും ഞാൻ പറയില്ല. നിങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകരായി തീർന്നേ മതിയാകൂ എന്നും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടില്ല. പക്ഷേ നിങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുന്നോട്ട് വെക്കുന്ന അഖീദയെ മുറുകെ പിടിക്കണം എന്നത് ഒരു വസിയത്ത് പോലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനാണ് നമ്മുടെ പാരമ്പര്യമായ വഴിയിൽ തന്നെ നമ്മൾ നിലകൊള്ളുന്നത്? നമ്മുടെ നാട്ടിൽ തന്നെ മറ്റു പല സംവിധാനങ്ങളുണ്ടല്ലോ. ഈയിടെയായി ചില ആളുകൾക്കൊക്കെ അങ്ങോട്ടൊക്കെ പോയാൽ തരക്കേടില്ല എന്നുകൂടെ തോന്നിത്തുടങ്ങുന്ന സാഹചര്യത്തിലാണ് ചില തുറന്നു പറച്ചിലുകൾ അനിവാര്യമായി വരുന്നത്. ഇത് തന്നെ ആവണമെന്ന് എന്താണ് നിർബന്ധം? അവിടെയുമുണ്ടല്ലോ നേരത്തെ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഖുർആനും ഹദീസും. അവരുടെ സംസാരത്തിന്റെ ഹൈലൈറ്റ് തന്നെ ഖുർആനും തിരുസുന്നത്തും എന്നാണ്. അവർ ഉയർത്തിപ്പിടിക്കുന്നത് സഹീഹായ ഹദീസുകളും ഖുർആനും എന്നാണ്. എന്താണ് അവിടെയുള്ള പ്രശ്നം? എന്തുകൊണ്ടാണ് ഇങ്ങനെ അകലം പാലിച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകത? അവരെ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നല്ല പറയുന്നത്. അവരുമായി രാഷ്ട്രീയ സമവാക്യങ്ങൾ പാടില്ല എന്നുമല്ല പറയുന്നത്. വിശ്വാസപരമായി അഖീദയിൽ നമ്മുടെ ആദർശത്തിൽ ചേർന്നു നിൽക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ള തിരിച്ചറിവും ബോധ്യവും എന്റെ പ്രിയപ്പെട്ടവരെ നാം ഓരോ ആളുകൾക്കും ഉണ്ടായിത്തീരണം. നിങ്ങൾ കേക്ക് കണ്ടിട്ടുണ്ടോ? ഈ ബർത്ത്ഡേ കേക്കുകൾ ഉണ്ടല്ലോ, സ്ത്രീകൾക്ക് നല്ല പരിചയമുണ്ടാവും. എനിക്ക് കുറെ കേക്കിന്റെ പേരൊന്നും അറിയില്ല, 1-2 കേക്കിന്റെ പേരൊക്കെ അറിയാം. ബ്ലാക്ക് ഫോറസ്റ്റ്, പിന്നെന്താ റെഡ് വെൽവെറ്റ്, അല്ലെങ്കിൽ റെഡ് ഫോറസ്റ്റ്, അങ്ങനെയൊക്കെ ചില പേരുണ്ട്. ഞാൻ പറഞ്ഞത് കൃത്യമാണെന്ന് അറിയും. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. ഒരു കടയിൽ അല്ലെങ്കിൽ ഒരു അങ്ങാടി കാലങ്ങളായി ഒരു കേക്ക് വിപണനത്തിന് വെച്ചിട്ടുണ്ട്. റെഡ് വെൽവെറ്റ് എന്നോ അല്ലെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റ് എന്നോ വിളിക്കാം. ആളുകൾ എത്രയോ വർഷങ്ങളായി ഈ കേക്ക് വാങ്ങിക്കൊണ്ടുപോവുകയും അത് ഭക്ഷിക്കുകയും ചെയ്യുന്നവരാണ്. പാരമ്പര്യമായിട്ട് അവർ ഈ കേക്ക് അതിന്റെ ഉപഭോക്താക്കളാണ്. അവരത് തന്നെയാണ് വാങ്ങാറുള്ളത്, അത് തന്നെയാണ് സ്വീകരിക്കാറുള്ളത്. ഇതിങ്ങനെ തുടർന്നു പോകുന്നതിന്റെ ഇടയിലാണ് തൽപരകക്ഷികളായ ചില ആളുകൾ നല്ല പച്ച ചാണകം കളറല്ല പറഞ്ഞത്, കളറും പച്ചയാണ്, ഉണങ്ങാത്ത പച്ച ചാണകം, നനവുള്ള നല്ല ചാണകം ഈ കേക്ക് രൂപത്തിൽ മൗൾഡ് ചെയ്തെടുത്ത് കേക്കിന്റെ ആകൃതിയിൽ മനോഹരമായി അതിനെ സംവിധാനിച്ചിട്ട് അതിന്റെ മുകളിൽ വിപ്പിംഗ് ക്രീമും അതിന്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒരു ചെറിയും ഒക്കെ സംവിധാനിച്ച് അതേ അങ്ങാടിയുടെ തൊട്ടപ്പുറത്ത് കൊണ്ടുപോയി വെക്കുന്നു. ഈ പാരമ്പര്യമായി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നുമില്ല. അവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോ ഒരു ആകർഷണീയത. അങ്ങനെ കുറെ ആളുകൾക്ക് അത് വാങ്ങണമെന്നും അങ്ങോട്ട് പോകണമെന്നുള്ള താല്പര്യം ഉണ്ടാവില്ല.
ചില ആളുകൾ അത് വാങ്ങിക്കൊണ്ടുപോകും എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ ആഴത്തിന്റെ അല്ലെങ്കിൽ ദുരന്തമാണ്. അതിന്റെ പുറംമോടിയുടെ അകത്തുള്ള മാലിന്യം അല്ലെങ്കിൽ അപകടം അത് കഴിക്കുന്നത് പോയിട്ട് വാങ്ങാനോ വീട്ടിൽ കൊണ്ടുപോകാനോ പര്യാപ്തമല്ലാത്ത അത്രയും മലിനമാണ് അതിന്റെ അകത്തളം. അതൊരിക്കലും ഇതിന് പകരമാകുന്നില്ല. ഇതും വിട്ടേച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ പോകാൻ മാത്രം അല്ലെങ്കിൽ അങ്ങനെ പോകുന്നത് എത്രമാത്രം വിഡിത്തമാണോ അത്രമാത്രം അബദ്ധജടിലമായ സമീപനമാണ് പാരമ്പര്യമായി ഞാൻ നേരത്തെ പറഞ്ഞ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ അറബിക്കടലിലെ കാറ്റിലും കോളിലും കൊട്ടുപോകാതെ വിശുദ്ധമായ ഇസ്ലാമിന്റെ ദീപശിഖയെ ഹൃദയത്തിലേറ്റാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന നമ്മുടെ ഈ പാരമ്പര്യത്തിന്റെ വഴി ഉപേക്ഷിച്ചിട്ട് മറ്റൊന്നിലേക്ക് കടന്നുപോവുക എന്നുള്ളത് മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവരുടെ സഹീഹ് മുസ്ലിമിന്റെ ആമുഖത്തിൽ ഇങ്ങനെ ഒരു ഉദ്ധരണി നടത്തുന്നുണ്ട്. ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനക്കും. നമ്മുടെ മനസ്സിൽ നമ്മൾ ആഴത്തിൽ എഴുതി ചേർക്കേണ്ട ഓർമ്മയിൽ നിന്നും ഉണ്ടായിരിക്കേണ്ട ഒരു വാക്യമാണ് ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനക്കും. ഈ വിജ്ഞാനം എന്ന് പറയുന്നത് അത് തന്നെയാണ് ദീൻ. വിശുദ്ധമായ ദീനിന്റെ അടിസ്ഥാനം വിജ്ഞാനമാണ്, ഇസ്ലാമികമായ വിജ്ഞാനീയങ്ങളാണ്. അതുകൊണ്ട് ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനക്കും, നിങ്ങൾ ആരിൽ നിന്നാണ് ഞങ്ങളുടെ ദീൻ സ്വീകരിക്കുന്നത് എന്ന് നന്നായി ആലോചിക്കണം. ഖുർആനല്ലേ ഹദീസല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് ആലോചിക്കാതെ ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനക്കും, നിങ്ങൾ ആരിൽ നിന്നാണ്, നിങ്ങൾ എവിടെ നിന്നാണ് നിങ്ങൾ ഈ ദീനിനെ സ്വീകരിക്കുന്നത് എന്ന് നന്നായി ആലോചിക്കണം. അവർ നിങ്ങൾക്ക് ദീൻ കൈമാറാൻ അർഹതയുള്ളവരാണ്. അവരിൽ നിന്ന് നമ്മുടെ ആദർശം സ്വീകരിക്കാൻ അവർ പര്യാപ്തരാണോ? നാം പാരമ്പര്യമായി നാം അനുഷ്ഠിച്ചു വരുന്ന, നാം തുടർന്നു വരുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ നമ്മുടെ ഈ വിശ്വാസധാരയെ നിങ്ങൾക്ക് പരിശോധിച്ചു നോക്കുക. അതിന്റെ താവഴികൾ, അതിന്റെ വേരുകൾ മുറിഞ്ഞു പോകാതെ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചുരുചേരും. സമസ്തകളുടെ ജമിയത്തുൽ ഉലമ 1926 രൂപീകൃതമായിട്ട് നാളിതുവരെ മുസ്ലിം സമുദായത്തിന് പരിചയമില്ലാത്ത ഒരു പുതിയ സംസാരം നടത്തിയതല്ല, പുതിയ ആദർശത്തിലേക്ക് ആളെ ക്ഷണിച്ചതല്ല, അതിനു വേണ്ടിയിട്ട് സംഗമങ്ങൾ ഉണ്ടാക്കിയതല്ല. മഹാനായ അബുൽ ബശർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാനത്തെ അന്ത്യപ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള സർവ്വ അംബിയാവും ഈ മണ്ണിന്റെ ഉപരിതലത്തിൽ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്ന വിശ്വാസം അഖീദ ഏതാണോ അത് ഒരേ അഖീദയാണ്. കർമ്മങ്ങളിലെ വ്യത്യാസമുള്ളൂ. നിസ്കാരങ്ങൾ, നോമ്പുകൾ, മറ്റനുഷ്ഠാനങ്ങൾ അത് ചിലർക്കുണ്ടാകും, ചില സമുദായത്തിനുണ്ടാവില്ല, ചിലർക്കുണ്ടാവുന്ന രൂപത്തിലാവില്ല മറ്റുള്ള സമുദായത്തിനുണ്ടാവുന്നത്. ആ കർമ്മങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള സർവ്വ അംബിയാവും പ്രബോധനം ചെയ്ത, ലോകത്തോട് പറഞ്ഞ, പഠിപ്പിച്ച വിശ്വാസങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമയുടെ അഖീദ, ആ മൻഹജിന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമോളം പഴക്കമുണ്ട്. ആ വിശ്വാസധാരയെ പരിചയപ്പെടുത്താനും നിലനിർത്താനുമാണ് സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമായത്. എന്തിനാണ് പിന്നെ ഒരു സംഘടിത രൂപം പറയാൻ? എന്തിനാണ് അങ്ങനെ ഒരു പേരിൽ ആ കാലഘട്ടത്തിലുള്ള ഉലമാ സംഘടിച്ചു എന്നുള്ള സ്വാഭാവികമായ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടങ്ങൾക്ക് ശേഷം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അകത്തളങ്ങളിലും പുറത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിനെന്നും രണ്ട് രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഇസ്ലാമിന്റെ പുറത്തു നിന്നുള്ള ശത്രുക്കൾ ഇന്നും അത് തുറന്നുകൊണ്ടേയിരിക്കുകയാണ്.
നമ്മളെ ഇന്ത്യയിൽ തന്നെ അതിന്റെ വ്യത്യസ്തങ്ങളായ വകഭേദങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആസാമിലും യുപിയിലും മറ്റു പ്രദേശങ്ങളിലുമൊക്കെ നമ്മളത് അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗസയിലുള്ള മുസ്ലിമീങ്ങൾ എത്രയോ വർഷങ്ങളായി അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തു നിന്നുള്ള ശത്രുക്കൾ. രണ്ടാമത്തത് മതത്തിന്റെ അകത്തുനിന്ന് ഈ വിശ്വാസധാരയെ വികലമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ട ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിഭാഗങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മണൽപ്പരപ്പിൽ ദീർഘമായ ഒരു രേഖ വരച്ചിട്ട് സഹാബത്തിനോട് പറഞ്ഞു, ഇന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. എന്റെ പ്രിയപ്പെട്ട സഹാബ, ഇന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതെന്റെ നേരായ വഴിയാണ്, ഇത് നേർവഴിയാണ്, ഇത് സിറാത്തുൽ മുസ്തഖീമ. നമ്മൾ നേരത്തെ തങ്ങൾ പറഞ്ഞില്ലേ, ഓരോ ഫാത്തിഹയിലും ഓരോ ദിവസവും നിർബന്ധമായി നമ്മൾ 17 തവണയെങ്കിലും ചുരുങ്ങിയത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ ചേർക്കണേ. ഈ സിറാത്തുൽ മുസ്തഖീമിന് നൽകിയ വിശദീകരണം, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. നീ നിഅ്മത്ത് ചെയ്തവരെന്നാണ്. വ്യക്തികളെയാണ് ആ വഴിയെ പരിചയപ്പെടുത്താൻ പറഞ്ഞത്, നിയമങ്ങളല്ല, ആദർശങ്ങളല്ല, വ്യക്തികളെയാണ് പരിചയപ്പെടുത്തിയത്. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ നിഅ്മത്ത് ചെയ്ത മനുഷ്യരുടെ വഴി, നീ അനുഗ്രഹിച്ച നിന്റെ ഇഷ്ടപ്പെട്ടവരുടെ വഴി, നിന്റെ ഇഷ്ടദാസന്മാരുടെ വഴി. ആ വഴിയിലേക്ക് ഞങ്ങളെ ചേർക്കണേ എന്ന് നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇതെന്റെ വഴിയാണ്, ഇത് സിറാത്തുൽ മുസ്തഖീമാണ്. എന്നിട്ട് അതിന്റെ ഇടഭാഗത്തും വലഭാഗത്തും അനന്തരം ഒരുപാട് ഉപരേഖകൾ വരച്ചിട്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലാ തത്തബിഉസ് സുബുൽ. ഇതെല്ലാം അതിനോട് ചേർന്ന് നിന്ന് അതിനോട് സമാനത തോന്നാവുന്ന വഴികളാണ്. പക്ഷേ വലാ തത്തബിഉസ് സുബുല, ഈ വഴികളെയൊന്നും നിങ്ങൾ പിന്തുടരരുതേ. അവിടെയെല്ലാം പിശാച് നിങ്ങളെ ആ വഴികളിലേക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങളുമായി കാത്തിരിക്കും. പക്ഷേ വലാ തത്തബിഉസ് സുബുല, ആ വഴികളിലേക്ക് നിങ്ങൾ കടന്നു പോകരുതേ. ആ വഴികളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ അനന്തരം തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഖവാരിജിസം എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മുഅ്തസിലത്തും മുർജിയത്തും മുജസ്സിമത്തും തുടങ്ങി വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങളായി വ്യത്യസ്തങ്ങളായ കാലങ്ങളിൽ പിഴച്ചവാദങ്ങൾ, വിശുദ്ധമായ ഖുർആനിലെയും ആയത്തുകളെയും ഒക്കെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള സരണികൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മുടെ ഉലമാ അതിനെ പ്രതിരോധിച്ചു നിർത്തുകയായി. ഇമാമിയങ്ങൾ അവർക്കെതിരെയുള്ള പ്രതിരോധത്തിന്റെ പോർമുനകൾ തീർക്കുകയായിരുന്നു. നമ്മൾ പറയാറില്ലേ, എന്തിനാണ് ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുന്നത്, ആദർശത്തിൽ എന്തിനാണ് ഇത്ര വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഖവാരിജിസം കടന്നു വന്നിരുന്നു. വിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണെന്ന അപകടകരമായ വാദം ഉന്നയിച്ചുകൊണ്ട് മുഅ്തസിലത്ത് കടന്നു വന്നിരുന്നു. അല്ലാഹുവിന് നമ്മളെ പോലെ ശരീരമുണ്ട് എന്ന് വാദിച്ചിരുന്ന മുർജിയത്ത് കടന്നു വന്നിരുന്നു. മുജസ്സിമത്ത് കടന്നു വന്നിരുന്നു. എന്ത് ചെയ്താലും ഈമാനുണ്ടെങ്കിൽ നന്മയായാലും തിന്മയായാലും എന്തായാലും സ്വർഗത്തിൽ കടക്കുമെന്ന മുർജിയത്ത് കടന്നു വന്നിരുന്നു. അത്തരത്തിലുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങൾ കടന്നു വന്നപ്പോൾ അവരിൽ നിന്നൊന്നും നമ്മുടെ ആദർശത്തെ സംരക്ഷിക്കാതെ അന്ന് നമ്മുടെ ഉലമാവും നമ്മുടെ പൂർവ്വസൂരികളും ആലസ്യത്തിന്റെ മൂടുപടം പുറച്ചുറങ്ങിയിരുന്നുവെങ്കിൽ ഇന്ന് ഇസ്ലാം ഈ രീതിയിൽ ലോകത്ത് കൈമാറ്റം ചെയ്യപ്പെടുമായിരുന്നില്ല. അതിലൊന്നും കലർപ്പില്ലാതെ നേരത്തെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ സിറാത്തുൽ മുസ്തഖീമിനെ കലർപ്പില്ലാതെ സംരക്ഷിച്ചു കൊണ്ടുവന്ന സരണിയുടെ പേരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്നുള്ളത്. ആ വഴിയാണ് നമ്മളുടെ വഴി. പിന്നീട് വലിയ അപകടകരമായ വാദങ്ങളുമായിട്ട് മറ്റൊരു വിഭാഗം പ്രത്യക്ഷപ്പെടുന്നത് 18ാം നൂറ്റാണ്ടിലാണ്. AD 1703 ജനിച്ച് 1787 മരണപ്പെട്ട മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് സൗദി അറേബ്യയുടെ കിഴക്ക് ഭാഗമായിരുന്ന നജിദിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഈ നജിദിനൊരു പ്രത്യേകതയും ഞാൻ പറയുന്നത് കേൾക്കാൻ അത്ര ഇമ്പമില്ലെങ്കിലും പക്ഷെ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഞാൻ പറഞ്ഞു പോവാൻ.
നമ്മൾ എന്തിനും സമസ്തകളുടെ ജമീയത്തുകളുടെ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തിന്റെ വഴിയിൽ ചോർന്നു നിൽക്കണമെന്ന് ചോദിച്ചാൽ ഇസ്ലാമിൽ മുമ്പും ഇത്തരത്തിലുള്ള വിദഗ്ധമായ വാദങ്ങളുമായി പലരും കടന്നു വന്നപ്പോൾ കേരളത്തിൽ ആ കാലയളവിലൊന്നും അത്തരത്തിലുള്ള വൈകല്യമുള്ള വിശ്വാസശാസ്ത്രങ്ങൾ കടന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 12ാം നൂറ്റാണ്ടിൽ കടന്നു വന്ന ഒരു പണ്ഡിതനാണ് ഇബ്നു തൈമിയ്യ എന്ന് പറയുന്നത്. ഈ 18ാം നൂറ്റാണ്ടിൽ വഹാബിസത്തിന്റെ അപകടകരമായ വാദങ്ങളുമായി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന മനുഷ്യൻ രംഗപ്രവേശനം ചെയ്യുമ്പോൾ അദ്ദേഹവും പ്രചോദിതനായിരുന്ന പണ്ഡിതൻ ഇബ്നു തൈമിയ്യയാണ്. ഇബ്നു തൈമിയ്യ ഈ പറയപ്പെട്ട 12ാം നൂറ്റാണ്ടിൽ, അതായത് 13ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞുപോയ ആളാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അപകടകരമായ പല പിഴച്ച വാദങ്ങളുണ്ടായിരുന്നു. അല്ലാഹുവിന് നമ്മളെപ്പോലെ ശരീരമുണ്ട്, ഉസ്താദന്മാരെ കസേരയിൽ ഇരിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ സിംഹാസനത്തിൽ ഇരിക്കും, മിമ്പറിൽ ഹുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഒരു പടി താഴേക്ക് ഇറങ്ങിയിട്ട് ഞാൻ നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത് പോലെ അല്ലാഹു ആകാശത്ത് നിന്ന് ഇറങ്ങി വരും എന്നൊക്കെ മനുഷ്യന്റെ ശാരീരിക ഘടനയോട് അല്ലെങ്കിൽ ശാരീരിക അവസ്ഥയോട് അല്ലാഹുവിനെ ഉപമിച്ച് അപകടകരമായ വാദം ഉന്നയിച്ച ആളാണ് ഇബ്നു തൈമിയ്യ. അത് നേരിട്ട് അന്ന് കേട്ട പണ്ഡിതനാണ്, സൂഫിയായ സഞ്ചാരിയാണ്, മൊറോക്കോ സഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത. ആ ഇബ്നു ബത്തൂത്ത ഈ പാറപ്പള്ളിയിൽ ഓർമ്മിട്ടുണ്ട്. ഇബ്നു ബത്തൂത്തയുടെ സഞ്ചാര കഥകളിൽ ഈ പന്തലാഴിയിൽ വന്ന കഥ പറയുന്നുണ്ട്. 40 ദിവസം ഈ കുന്നിന്റെ മുകളിൽ ഇബ്നു ബത്തൂത്ത താമസിച്ചിട്ടുണ്ട്. ഇബ്നു ബത്തൂത്ത ഈ പാറപ്പള്ളി കുന്നിൽ താമസിക്കുമ്പോൾ അന്ന് ഈ പള്ളിയിലെ മുക്രിയും കാളിയും ഒമാനുകാരനായിരുന്ന കാളിയും മുക്രിയുമാണ് അന്ന് ഈ പന്തലായി കൊല്ലത്തെ പള്ളിയിൽ ഉണ്ടായിരുന്നത് എന്ന് എത്ര വർഷങ്ങൾക്ക് മുമ്പ്, 7 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 700 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്നു ബത്തൂത്ത എഴുതി വെച്ചിട്ടുണ്ട്. അതേ ഇബ്നു ബത്തൂത്ത തന്നെയാണ് ഈ ഇബ്നു തൈമിയ്യയുടെ അപകടകരമായ വാദം ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് എന്നും പറയുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഒരു കോണിൽ അത്തരം അപകടകരമായ വിശ്വാസങ്ങളോ മറ്റോ കലവെക്കുമ്പോഴും ആ മാലിന്യങ്ങളോ ഒന്നും കലരാതെ യഥാർത്ഥ ഇസ്ലാമിന്റെ വിശുദ്ധി നിലനിന്നിരുന്ന പ്രദേശമാണ് നമ്മുടെ ഈ മലബാറെന്ന് പറയുന്നത്, കേരളം എന്ന് പറയുന്നത്. ആ ഇബ്നു ബത്തൂത്തയാണ് ആദ്യമായിട്ട് മുസ്ലിമീങ്ങളെ അവരെ ഇസ്തിഗാസയുടെയോ തവസ്സുലിന്റെയോ പേര് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ വിധിവൃത്തത്തിൽ നിന്ന് പുറത്താക്കുന്ന സമീപനം സ്വീകരിച്ചത്. ആ വാദഗതിയെ പിന്തുടർന്നുകൊണ്ടാണ്, ആ വാദഗതികളെ പൊടിതട്ടിയെടുത്തുകൊണ്ടാണ് 1700കളിൽ 1703 ജനിച്ച് 1787 മരണപ്പെടുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആ വാദഗതിയുമായിട്ട് രംഗപ്രവേശനം ചെയ്യുന്നത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജനിക്കുന്നത് നജ്ദിലാണ്, സൗദി അറേബ്യയുടെ കിഴക്ക് ഭാഗത്ത്. നജ്ദിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പിശാചിന്റെ കൊമ്പ് മുളക്കുന്ന ഇടം എന്നാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ വശാമിനാ. അല്ലാഹുവേ, ഞങ്ങളുടെ യമനിലും ഷാമിലും നീ ബർക്കത്ത് ചെയ്യണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സഹാബികളെ, നജ്ദികാരായ സഹാബികൾ പറഞ്ഞു, ഞങ്ങളെ നജ്ദിനും വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നതില്ലേ? അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തില്ല, നജ്ദിന് വേണ്ടി ദുആ ചെയ്തില്ല എന്ന് മാത്രമല്ല പറഞ്ഞു, നജ്ദിൽ നിന്നാണ് പിശാചിന്റെ കൊമ്പ് മുളക്കുന്നത്. ആ നജ്ദിൽ നിന്നാണ് പിന്നീട് മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകൻ പ്രത്യക്ഷപ്പെട്ടത്. അതേ നജ്ദിൽ നിന്നാണ് ഇസ്ലാമിന്റെ പ്രിയതയില്ലാത്ത നാശനഷ്ടങ്ങൾ വിതച്ച ഖവാരിജ് രംഗപ്രവേശനം ചെയ്തത്. അതേ നജ്ദിൽ നിന്നാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഉദയം ചെയ്തിരിക്കുന്നത്. യമനിന് വേണ്ടി റസൂൽ ദുആ ചെയ്തു. ആ യമനാണ് നമ്മുടെ പാരമ്പര്യത്തിന്റെ ഒരു കണ്ണി എന്നും പറയുന്നത്. നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരി വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ടിരിക്കുന്നത് യമനിലാണ്. ആ വിഷയത്തിൽ ഇടപെട്ട് പരിഹാര പ്രക്രിയക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത് യമനിലുള്ള സൂഫി സരണികളാണ്. യമനിലുള്ള സൂഫികൾ തന്നെയാണ് നമ്മുടെ മലബാറിന്റെയും ആത്മീയ ഔന്നിത്യത്തിൽ വലിയ പങ്ക് വഹിച്ചത്. മഹാനായ മുഹമ്മദ് തങ്ങൾ അവരുടെ പരമ്പര യമനാണ്. ശിഹാബ് തങ്ങളുടെ പരമ്പര യമനാണ്. വരത്തെ താഴെ ഉള്ളപ്പോയ തങ്ങളുടെ പരമ്പര യമനാണ്. യമനിലെ തെരീമാണ്. അവർക്ക് അവിടെ നിന്ന് വന്നവരാണ്. റസൂൽ പ്രത്യേകം ദുആ ചെയ്തു കൊടുത്ത അനുഗ്രഹീതമായ പ്രദേശമാണ് യമൻ.
അള്ളാഹുവിന്റെ റസൂൽ പിശാചിന്റെ കൊമ്പ് മുളക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ പ്രദേശമാണ് നജിദ്. ആ നജിദിൽ നിന്നാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കടന്നു വന്നത്. എന്നിട്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മക്കയിലെ മുശ്രിക്കുകളുടെ മേൽ അവതരിച്ചിരുന്ന വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെയും ഔലിയാക്കളുടെയും മസാറുകൾ സന്ദർശിക്കുന്ന, അവരെ മുൻനിർത്തി, ഞാൻ ആ വിഷയങ്ങളിലേക്ക് വരും, അവരെ മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന, അവരോട് ഇസ്തിഗാസ നടത്തുന്ന മുഅ്മിനീങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ഇവരും മക്കയിലുള്ള മുശ്രിക്കുകളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന് പറഞ്ഞു ഇസ്ലാമിക ഇതിവൃത്തത്തിൽ നിന്ന് പുറത്തുപോയവരാണ്, ലോകത്ത് കഴിഞ്ഞുപോയ. ഇത് പറയുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 18ാം നൂറ്റാണ്ടിലാണ്. 7ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിന്റെ അല്ലാഹുവിന്റെ റസൂലിന്റെ ആവിർഭാവം ഉണ്ടായി, നുബുവത്തുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഈ 18ാം നൂറ്റാണ്ടിൽ എത്രയോ വർഷങ്ങളുടെ ഇങ്ങേത്തരത്തിൽ അതിന്റെ മുമ്പ് കഴിഞ്ഞുപോയ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളെ, കോടിക്കണക്കിന് മുഅ്മിനീങ്ങളെ, ലക്ഷക്കണക്കിന് ഇമാമിങ്ങളെ, മഹത്തുക്കളെ ഇസ്ലാമിന്റെ ഇതിവൃത്തത്തിൽ നിന്ന് ഈ പേര് പറഞ്ഞ് പുറത്താക്കുകയാണ്. പൂപ്പറച്ചൊറിയുന്ന രാഘവത്തോടുകൂടെ മുഅ്മിനീങ്ങളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുക. ഒരു മനുഷ്യനെതിരെ നടത്താവുന്ന ആരോപണങ്ങളിൽ ഏറ്റവും വലിയ ആരോപണമേല. നിങ്ങളെന്താ വിചാരിക്കുന്നത്? ഒരു മുഅ്മിനായ മനുഷ്യനെ പറയാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ തെറിയേക, ഒരു മുഅ്മിനായ മനുഷ്യന്റെ മേൽ ആരോപിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആക്ഷേപമേല മദ്യപാനി എന്നുള്ളതാണ്, കള്ളൻ എന്നുള്ളതാണോ, കൊള്ളക്കാരൻ എന്നുള്ളതാണോ, തീവ്രവാദി എന്നുള്ളതാണോ? ഒരു മുഅ്മിനായ മനുഷ്യന്റെ മേൽ ആരോപിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആരോപണം അവൻ മുശ്രിക്കാണെന്നുള്ളതാണ്. കാരണം ശിർക്കല്ലാത്ത എല്ലാ പാപങ്ങളും പുറത്തു വരും. ശിർക്കല്ലാത്ത എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു വരും. ശിർക്ക് അല്ലാഹു പുറത്തുവില്ല. ശിർക്ക് ചെയ്താൽ അല്ലാഹു പുറത്തുവില്ല. ആ ശിർക്ക് ചെയ്തവരാണ് കഴിഞ്ഞുപോയ നൂറ്റാണ്ടുകളിൽ ജീവിച്ച മുഅ്മിനീങ്ങളെന്ന് വിധിയെഴുതി അവരുടെ മേൽ ശിർക്കാരോപണം നടത്തി ശിർക്കിന്റെ ചാപ്പത്തിൽ അവരെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമം നടത്തിയ അപകടകരമായ പ്രത്യയശാസ്ത്രത്തെ ലോകത്ത് അവതരിപ്പിച്ച മനുഷ്യന്റെ പേരാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അയാൾ ആദ്യം ചെയ്തത് നജിദിന്റെ തൊട്ടടുത്ത പ്രദേശമായ ഉയൈനയുടെ അന്നത്തെ ഭരണാധികാരി ഉസ്മാൻ ബിൻ മുഅമ്മർ, ഉസ്മാൻ ബിൻ മുഅമ്മറുമായിട്ട് ബന്ധം സ്ഥാപിച്ചു. എന്നിട്ട് തന്റെ ആശയങ്ങൾ രാജാവിനെ പറഞ്ഞു പഠിപ്പിച്ചു. ഇവിടെയുള്ള ആളുകൾക്ക് ദാറുൽ ഹർബിന്റെ തുല്യമാണ്. ഇവരൊന്നും മുസ്ലിമീങ്ങളല്ല, ഇവരെയൊന്നും വെച്ചേക്കാൻ പാടില്ല. മസാറുകളിൽ പോകുന്നവർ, ഇസ്തിഗാസ ചെയ്യുന്നവർ, തവസ്സുൽ ചെയ്യുന്നവർ, ഇവരൊന്നും മുഅ്മിനീങ്ങളെയല്ല, ഇവരോട് യുദ്ധം ചെയ്ത് കൊലപ്പെടുത്തേണ്ടതാണ്. ഈ ആശയത്തിലേക്ക് കടന്നു വരാത്തവർ, നമ്മുടെ ആദർശത്തിലേക്ക് കടന്നു വരാത്തവർ, അവരെ മുഴുവനും കൊലപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയമായ രാജാധികാരത്തിന്റെ കൂട്ടുപിടിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളെ കൊന്നൊടുക്കിയ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എത്രത്തോളം എന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ? മഹാനായ സയ്യിദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനായ സയ്യിദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹാബിയായ മുസൈലിമത്തുൽ കദ്ദാബിനോട് യമാമ യുദ്ധത്തിൽ പോരാട്ടം നടത്തിയിട്ട് രക്തസാക്ഷിയായ ഷഹീദായ മഹാനായ സയ്യിദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറാണ് ആദ്യമായിട്ട് തച്ചു പൊളിക്കുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. 600ഓളം വരുന്ന പട്ടാളക്കാരുമായിട്ട് ആ പ്രദേശത്തേക്ക് പോയി. അവിടെയുള്ള ജനങ്ങളെ സമ്മതിച്ചില്ല. ഞങ്ങളുടെ ആത്മീയ അവലംബമായ അല്ലാഹുവിന്റെ ആരംഭ സഹാബങ്ങളിൽ പ്രിയപ്പെട്ട സയ്യിദ് ബിൻ ഖത്താബിന്റെ ഖബർ വിളിക്കാൻ അവരുടെ ചുറ്റും വലയം ചേർന്ന് നിന്നപ്പോൾ അന്നത്തെ ആ ഭരണാധികാരിയായിരുന്ന രാജാവ് തന്റെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ സാധുക്കളായ തദ്ദേശീയരായ ജനങ്ങളെ ആട്ടിയടത്തിയിട്ട് സയ്യിദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ പൊളിക്കാൻ ഒരുങ്ങുമ്പോൾ രാജാവിന് മനസ്സുകൊണ്ടില്ല, ഉള്ളിലൊരു ഭയം. അവരാണ് തച്ചു പൊളിക്കാൻ പോകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിയുടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരന്റെ യമാമ യുദ്ധത്തിൽ വിശുദ്ധമായ ദീനിനു വേണ്ടി ഷഹീദായ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട
അനുചരന്റെ ഖബർ വിളിക്കാൻ ധൈര്യം വരാതെ പിന്മാറിയപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കോടാലി വാങ്ങിയിട്ട് അയാളുടെ കൈ കൊണ്ട് തന്നെ സെയ്ദ് ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഖബർ പൊട്ടിപ്പൊളിച്ചു. എന്ന് മാത്രമല്ല, അവിടെ നിന്ന് പിന്നെയും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 1760 ദർഇയയിലേക്ക് പോയ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അന്നത്തെ ദർഇയയിലെ ഭരണാധികാരിയായിരുന്ന ഇബ്നു സഊദുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടു. 1760. എന്താ കരാറെന്ന് പറയുമോ? എന്റെ ഈ വിശ്വാസം, എന്റെ ഈ ആദർശം ഈ സൗദി അറേബ്യയിൽ പ്രചരിപ്പിക്കാൻ ആവശ്യമായ എല്ലാ പിന്തുണയും രാഷ്ട്രീയമായിട്ട് നിങ്ങൾ നൽകണം. നിങ്ങൾ എന്നെ രാഷ്ട്രീയമായി സഹായിച്ചാൽ നിങ്ങളുടെ പരമ്പരകൾക്ക് എന്നും രാഷ്ട്രീയ അധികാരം നിലനിർത്താൻ ഞാനും എന്റെ അനുയായികളും കടപ്പെട്ടവരായിരിക്കും. പകരം നിങ്ങൾ എനിക്ക് നൽകേണ്ടത് ഈ പ്രദേശത്തിന്റെ മതപരമായ ഉടമസ്ഥാവകാശം, ഈ നാടിന്റെ മതപരമായ നേതൃത്വം എനിക്കും ഈ രാജ്യത്തിന്റെ ഈ പ്രദേശത്തിന്റെ സൗദി അറേബ്യയുടെ രാഷ്ട്രീയപരമായ അധികാരം നിങ്ങൾക്കും നിങ്ങളുടെ പരമ്പരക്കും നൽകാം. ഈ കരാറിൽ വരെ ഏർപ്പെട്ടുകൊണ്ട് ആ പ്രദേശങ്ങളിൽ മുഴുവനും രക്തരൂക്ഷിതമായ അധ്യായങ്ങൾ പിന്നിച്ചേർക്കുകയാണ്. എത്ര നിരപരാധികളാണ് എന്റെ പ്രിയപ്പെട്ടവരെ! മുഅ്മിനീങ്ങളായ ആളുകൾ, അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്ന പാരമ്പര്യ മുസ്ലിമീങ്ങളെ നിഷ്ഠൂരമായിട്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും അദ്ദേഹത്തിന്റെ ആളുകളും കൊന്നെടുക്കുകയുണ്ടായി. ഇന്ന് നമ്മുടെ ഗസയിൽ കാണുന്നില്ലേ? കരടയുന്നില്ലേ? നെഞ്ചു പൊളയുന്നില്ലേ? ഹൃദയം പൊളയുന്നില്ലേ? എത്ര നിരപരാധികളെയാണ് ഇസ്രായേൽ കൊന്നുകൊണ്ടേയിരിക്കുന്നത്. സമാനമായ രീതിയിൽ മുഅ്മിനീങ്ങളെ കൊന്നൊടുക്കി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. കർബലയിലേക്ക് പോയി മഹാനായ ഹുസൈൻ റളിയല്ലാഹുവിന്റെ ഖബർ തച്ചുപൊളിച്ചു. ഹുസൈൻ റളിയല്ലാഹുവിന്റെ ഖബർ തച്ചുപൊളിച്ചു. അവിടെയുള്ള സമ്പത്ത് മുഴുവനും കൊള്ളയടിച്ചു. ഇബ്നു സഊദിനോട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞു, നിങ്ങൾ ഇനി മുതൽ നികുതി പിരിക്കണ്ട. എന്തിനാ നികുതി പിരിക്കുന്നത്? ഇവരുടെയൊക്കെ സമ്പത്ത് നമുക്ക് അവകാശപ്പെട്ടതാണ്. ഗനീമത്ത് സ്വത്തങ്ങളാണ് അതിനെപ്പറ്റി വിശേഷിപ്പിച്ചത്. കാരണം ഇവര് ദാറുൽ ഹർബിലുള്ളവരാണ്, മുശ്രിക്കീങ്ങളാണ്. ലോക മുസ്ലിമീങ്ങളെ കുറിച്ച് വിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരങ്ങളിൽ ജീവിക്കുന്ന പാരമ്പര്യ മുസ്ലിമീങ്ങൾ മുശ്രിക്കുകളാണെന്ന് ആരോപിച്ചിട്ട് കൊന്നൊടുത്തി അരുംകൊലകൾ നടത്തി. കർബലയിൽ മാത്രം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അനുയായികൾ കൊന്നൊടുക്കിയത് 2000 മുഅ്മിനീങ്ങളെയാണ്. ഞാനിത് വെറുതെ തള്ളി കൊടുക്കുന്നതല്ല. അവരംഗീകരിക്കുന്ന ചരിത്രകാരന്റെ താരീഖുൽ മജ്ദി എന്ന് പറയുന്ന അവരുടെ തന്നെ ഗ്രന്ഥത്തിലുള്ളതാണ്. 2000 മുഅ്മിനീങ്ങളെ കർബലയുടെ പരിസരത്ത് മാത്രം കൊന്നൊടുക്കി. മക്കയിൽ, ഹിജാസിൽ, ത്വായിഫിൽ എത്രയോ പ്രദേശങ്ങളിലുള്ള മുഅ്മിനീങ്ങളെ കൊന്നൊടുക്കി. എന്താ അവർ ചെയ്ത തെറ്റെന്നറിയുമോ? നമ്മൾ ഈ പാറപ്പള്ളി കുന്നിന്റെ മുകളിലേക്ക് കയറി പോകുന്നത് പോലെ അവർ മസാറുകളിലേക്ക് പോയി. അവർ അല്ലാഹുവിന്റെ റസൂലിനെയും മഹത്തുക്കളെയും മുൻനിർത്തിയിട്ട് തവസ്സുൽ ചെയ്തിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു. ആ ദുആയിലെല്ലാം അവരുടെ ഇസ്തിഗാസയെയും അവരുടെ സഹായാഭ്യർത്ഥനയെല്ലാം അവര് ദുആ എന്നുള്ള പേരിട്ട് വിളിച്ചിട്ട് ആ മനുഷ്യരെ മുഴുവനും മതത്തിന്റെ പുറത്താക്കി. ഒരു മുഅ്മിനായ മനുഷ്യനെ മതത്തിൽ നിന്ന് പുറത്താക്കുന്നത് എത്ര വലിയ പാതകമാണ്! അല്ലാഹുവിന്റെ റസൂലും നമ്മുടെ മുൻകാല അഇമ്മത്തും ഒരു മനുഷ്യനെ കാഫിർ എന്ന് പറയുന്നത് എത്ര ഗൗരവത്തോടുകൂടെ കണ്ടതെന്നറിയോ നിങ്ങൾക്ക്? സമസ്തകളുടെ ജമീയത്തുള്ളവർ ഇന്നുവരെ ഒരു പ്രസ്ഥാനത്തെയും പറ്റിയിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. ഇവരെക്കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല. അവരൊന്നും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണെന്ന് നമ്മൾ പറയാൻ ധൈര്യപ്പെടുക. അത് നമ്മുടെ ഉത്തരവാദിത്തമല്ല. സമസ്തകളുടെ ജമീയത്തുള്ളവ ആകെ കാഫിറാണെന്ന് പറഞ്ഞത് ഒരാളെ കുറിച്ച് മാത്രമാണ്. അത് ഖാദിയാനി കാഫിറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ പ്രവാചകത്വം വാദിച്ച് രംഗപ്രവേശനം ചെയ്തതുകൊണ്ട് അവസാനത്തെ പ്രവാചകൻ അല്ലാഹുവിന്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതും കഴിഞ്ഞ് ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് വാദിച്ച് കടന്നു വന്നിരുന്ന മിർസാബുലാം ഖാദിയാനി മുസ്ലിം സമുദായം സമസ്തകളുടെ ജമീയത്തുൽ കാഫിറാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ മതത്തിൽ നിന്ന് പുറത്തുപോയവരാണെന്ന് പ്രഖ്യാപിച്ചു. അവരെ ലോകം മുഴുവനും മുസ്ലിമീങ്ങൾ മുഴുവനും അവർ അഹമ്മദിയാക്കള് നേരത്തെ തങ്ങൾ പറഞ്ഞില്ലേ, അവിടെ ഖുർആനാണ് വരുന്നത്. പക്ഷെ അവർ ഖാതിമത്തുൽ നുബുവത്തിനെ നിഷേധിക്കുന്നവരാണ്. പ്രവാചകത്വം പാലിച്ച് രംഗപ്രവേശനം ചെയ്തതാണ്. അവര് കാഫിറാണെന്ന് പറഞ്ഞു എന്നല്ലാതെ നമ്മുടെ നാട്ടിലുള്ള മറ്റു സംഘടനകളെ നമ്മൾ കുഫ്ർ ആരോപിക്കാറില്ല, ശിർക്ക് ആരോപിക്കാറില്ല.
അത് നമ്മുടെ പണിയുമല്ല. എന്തതിന്റെ കാരണം അറിയോ? അത്ര ഗൗരവമുള്ള വിഷയമാണ്. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ലൗ ഖയ്യർതു ബൈന അൻ നൽഖല്ലാഹ ബികുല്ലി ദംബിൻ ഇല്ല ശിർക്ക് വബൈന അൻ നൽഖാഹു വഖദ് കഫർതു അഹദൻ മിൻ അഹ്ലി ഖിബ്ല ലഖ്തർതു അൻ അൽഖാഹു ബികുല്ലി ദംബിൻ. ശിർക്കല്ലാത്ത എല്ലാ പാപവും ഞാൻ ചെയ്യുന്നു. ശിർക്കല്ലാത്ത എന്തെല്ലാം തിന്മകൾ ഈ ആകാശത്തിന്റെ ചുവട്ടിലുള്ള ഒരു മുഴുവൻ ഞാൻ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടി വരുന്നതും ഈ പാപങ്ങളൊന്നും ചെയ്യാതെ ഒരു മുഅ്മിനായ മനുഷ്യനെ അവൻ മുശ്രിക്കാണെന്നോ കാഫിറാണെന്നോ ഞാൻ പറയുന്നു. എന്നിട്ട് ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കുന്നതും എങ്ങനെ? ശിർക്കല്ലാത്ത ദുനിയാവിലുള്ള സർവ്വ തിന്മകളും ഞാൻ ചെയ്യുന്നു, എല്ലാ പാപങ്ങളും ഞാൻ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ അല്ലാഹുവിനെ കാണേണ്ടി വരുന്ന അവസ്ഥയും ഒരു പാപവും ചെയ്യാതെ ആകെ ചെയ്ത പാപം ഒരു മുഅ്മിനായ മനുഷ്യൻ മുശ്രിക്കാണെന്നോ കാഫിറാണെന്നോ പറഞ്ഞത് മാത്രം ആ പാപം മാത്രം ചെയ്തിട്ട് ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കുന്നതും ആലോചിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഭയപ്പാടുണ്ടാകുന്നത് ഒരു മുഅ്മിനായ മനുഷ്യൻ മുശ്രിക്കാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ അവസാനം അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണെന്ന് അത്ര ഗൗരവമുള്ള വിഷയം. لا يرمي رجل رجلا بالكفر أو الفسق إلا ارتدت عليه إن لم يكن صاحبه كذلك. ഏതെങ്കിലും ഒരാൾ ഒരു മുഅ്മിനായ മനുഷ്യന്റെ മേൽ കുഫ്ർ ആരോപിച്ചാൽ, ശിർക്ക് ആരോപിച്ചാൽ, ഫിസ്ക് ആരോപിച്ചാൽ, ആരോപണ വിധേയനായ വ്യക്തി മുശ്രിക്കല്ലെങ്കിൽ കാഫിറല്ലെങ്കിൽ ആരാണോ ആരോപണം നടത്തിയത് അവരാണ് അതിന്റെ പാപപ്പേറ്റ് വാങ്ങേണ്ടി വരുന്നത്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും ഗൗരവപരമായ കാര്യത്തെ എത്ര ലാഘവത്തോടുകൂടെയാണ് പ്രിയപ്പെട്ടവരെ അവർ അടിച്ചേൽപ്പിച്ചത്. എത്ര ഇമാമിങ്ങളെയാണ് ഇസ്ലാമിൽ നിന്ന് പുറത്താക്കിയത്. ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് വഹാബിസം. ആ വഹാബിസത്തിന്റെ ആശയം ഈജിപ്ത് വഴി നമ്മുടെ കേരളത്തിലേക്ക് വരാൻ തുടങ്ങിയപ്പോഴാണ് ഈ വഹാബിസത്തിന്റെ അപകടകരമായ ആശയങ്ങൾ എന്ന് മാത്രമല്ല ഇവരിലുള്ള ഈ തീവ്ര ആക്രമണോത്സുകത ഇന്ന് ഇസ്ലാമിന്റെ തീവ്രവാദത്തിന്റെയോ ഭീകരവാദത്തിന്റെയോ പേരിൽ പ്രതിപട്ടികയിൽ ചേർക്കപ്പെട്ട ഏതെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐസിസിന്റെ പേരിൽ, ലഷ്കർ-ഇ-ത്വയ്ബയുടെ പേരിൽ, താലിബാന്റെ പേരിൽ, അങ്ങനെയുള്ള സംഘടനകളുടെ പേരിൽ മുസ്ലിം സമുദായം ലോകത്തിന്റെ മുന്നിൽ തീവ്രവാദത്തിന്റെ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം ഐഡിയോളജി മടങ്ങുന്നത് ഈ വഹാബിസത്തിലേക്കാണ്. ആ പ്രസ്ഥാനങ്ങളെല്ലാം ആദർശപരമായി കടപ്പെട്ടിരിക്കുന്നത് വഹാബിസത്തോടെ. റാഡിക്കൽ വഹാബിസം, അപകടകരമായ ആക്രമണോത്സുകതയെ മുന്നോട്ട് നിൽക്കുന്ന വഹാബിസം. ആ വഹാബിസത്തെ പിന്നെയും ഓടി പിടിച്ചുകൊണ്ട് യുക്തിവാദത്തിന്റെ ചേരുവകൾ ചേർത്തുകൊണ്ടാണ് ഈജിപ്തിലെ ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദുൽ റഷീദ് ഈ മൂന്നാളുകൾ അതിന് കൊണ്ട് പ്രചരിപ്പിക്കുന്നത്. മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ അതേ വഹാബിസം നമ്മുടെ കേരളത്തിലേക്ക് വന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ കാലത്ത് നിങ്ങളുടെ ഈ പന്തലായിരിക്കുന്നതിലേക്ക് വന്നിട്ടുണ്ട്, നമ്മുടെ ഈ മലബാറിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ദീനാണ്. എവിടെ നമ്മൾ ദീൻ സ്വീകരിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് വേണം സ്വീകരിക്കാൻ. നമ്മൾ സ്വീകരിച്ചതിന് കൃത്യമായ പരമ്പരയുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇടക്കാലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന, നേരത്തെ തങ്ങൾ പറഞ്ഞതുപോലെ അവിടെയുള്ള ചില അണ്ടിപ്പരിപ്പും മുന്തിരിയും കണ്ടിട്ട് ആർക്കെങ്കിലും അങ്ങോട്ട് പോയാൽ തലക്കേടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ അകത്തളങ്ങൾ പരിശോധിച്ചു നോക്കണം, അവരുടെ പാരമ്പര്യത്തിന്റെ വേരുകൾ പരിശോധിച്ചു നോക്കണം. 2-3 നൂറ്റാണ്ടിന്റെ അപ്പുറത്തേക്ക് ആദർശപരമായ പാരമ്പര്യത്തെ അവകാശപ്പെടാൻ ഈ പ്രസ്ഥാനങ്ങൾക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈജിപ്തിൽ നിന്നാണ് ഈ ആശയം നമ്മുടെ കേരളത്തിലേക്ക് വന്നത്. അപ്പോഴാണ് സമസ്ത ഉണ്ടാക്കേണ്ടി വന്നത്. ഈജിപ്തിലെ ജമാലുദ്ദീൻ അഫ്ഗാനി, അയാളുടെ ശിഷ്യനായ റഷീദ്, അയാളുടെ ശിഷ്യനായ മുഹമ്മദ് അബ്ദുൽ, ഇവരാണ് വിശുദ്ധമായ ഇസ്ലാമിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തങ്ങളുടെ യുക്തിക്ക് അനുസരിക്കുന്നത് മാത്രം സ്വീകരിക്കുകയും
അല്ലാത്തതൊക്കെ തള്ളിക്കളയുകയും ചെയ്തിട്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആ വഹാബിസത്തെ ഈജിപ്ഷ്യൻ വഹാബിസമായി ലോകത്ത് പ്രചാരണം നടത്തുന്നത് എന്ന് മാത്രമല്ല, കൂട്ടത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നു, ഇന്ന് നമ്മുടെ പലസ്തീനിൽ ഊറ്റി വീഴുന്ന ഓരോ ചോരയുടെയും ഓരോ തുള്ളിരക്തത്തിന്റെയും ഒരുപക്ഷെ ഞാനിവിടെ സംസാരിക്കുമ്പോഴും നിങ്ങളെന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും പലസ്തീനിന്റെ തെരുവുകളിൽ ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ, മരുന്ന് കിട്ടാതെ മരിച്ചു വീഴുന്ന പട്ടിണിപ്പാവങ്ങളുടെ ധീരരോധനങ്ങൾക്ക് ഉത്തരവാദികൾ വഹാബികൾ തന്നെയാണ്. വഹാബിസം എല്ലാ കാലത്തും അങ്ങനെയാണ്. എന്നും ഇസ്ലാമിന്റെ അകത്തളങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്ന അപശബ്ദങ്ങൾക്ക് പ്രചോദനം നൽകിയത് പുറത്തുള്ള ശത്രുക്കളാണ്. ഖവാരിജിസം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം അലി റളിയല്ലാഹു അൻഹു കാഫിറാണെന്ന് പറഞ്ഞ് രംഗപ്രവേശനം ചെയ്തവർ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു കാഫിറാണെന്ന് പറഞ്ഞ് രംഗപ്രവേശനം ചെയ്ത ഖവാരിജിസത്തെ പ്രൊമോട്ട് ചെയ്തിരുന്നത് ജൂതന്മാരായിരുന്നു. വഹാബിസത്തെ പ്രൊമോട്ട് ചെയ്തിരുന്നത് സാമ്രാജ്യത്വമായിരുന്നു. 12ാം നൂറ്റാണ്ട് മുതൽ 1200 മുതൽ 1900 വരെയുള്ള 19ാം നൂറ്റാണ്ട് വരെയുള്ള കാലയളവിൽ ലോകത്ത് നിലനിന്നിരുന്ന ഏറ്റവും കാലം ദൈർഘ്യമേറിയ ഇസ്ലാമിക ഖിലാഫത്തിന്റെ പേരാണ് ഉസ്മാനിയ ഖിലാഫത്ത്. ഓട്ടോമൻ എംപയർ എന്ന് പറയുന്ന ഉസ്മാനിയ ഖിലാഫത്ത് മുസ്ലിമീങ്ങളെ ഒരു മാലയിലെ മുത്തുകൾ പോലെ ചേർത്ത് നിർത്തിയിരുന്നത് ഈ ഉസ്മാനിയ ഖിലാഫത്തായിരുന്നു. സൂര്യൻ ശ്രമിക്കാത്ത സാമ്രാജ്യമായിരുന്ന ബ്രിട്ടൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അവരുടെ കോളനികളാക്കി മാറ്റിയപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് അവർക്ക് പ്രവേശിക്കാറുണ്ടായിരുന്ന മധ്യപൗരസ്ത്യ ദേശങ്ങളിലുള്ള അറേബ്യൻ രാജ്യങ്ങളിലേക്ക് അവർക്ക് അവരുടെ സ്വേച്ഛാധിപത്യപരമായ സാമ്രാജ്യത്വപരമായ അജണ്ടകളുമായിട്ട് കടന്നു പോകാനുണ്ടായിരുന്ന തടസ്സം എന്ന് പറയുന്നത് ഉസ്മാനിയ ഖിലാഫത്താണ്. ആ ഉസ്മാനിയ ഖിലാഫത്തിനെ തകർക്കാൻ വേണ്ടി ബ്രിട്ടൻ ആലോചിച്ചതിന്റെ പരിണിത ഫലമാണ് വഹാബിസത്തെ പ്രൊമോട്ട് ചെയ്തു എന്നുള്ളത്. ഹംസർ എന്ന് പറയുന്ന ബ്രിട്ടന്റെ ചാരൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബുമായി നിരന്തരമായി കൂടിയാലോചനകൾ നടത്തുകയും അവരുടെ നിരന്തരമായ പ്രചോദനം വഴി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇബ്നു സൗദിന് മാസം തോറും ഈ ഉസ്മാനിയ ഖിലാഫത്തിന്റെ തകർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് ഡോളറുകൾ കൊടുത്തതിന്റെ ചരിത്രരേഖകൾ പുറത്തുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ. ബ്രിട്ടൻ പാലും പഴവും നൽകി വളർത്തി വലുതാക്കിയ വഹാബിസം, ആ വഹാബിസത്തിന്റെ കൃത്യമായ ഇടപെടലുകളിലൂടെ അവരുടെ അഹോരാത്രമുള്ള പരിശ്രമത്തിലൂടെ പാരമ്പര്യമായ ഇസ്ലാം മഹാനായ ബഹുമാനപ്പെട്ട ത്വൽഹാ റളിയല്ലാഹുവിന്റെ മഖ്ബറ തകർത്തു അവിടെയുള്ള മുസ്ലിങ്ങളെ കൊന്നൊടുക്കി. അവസാനം ഒന്നാം ലോക മഹായുദ്ധത്തോടുകൂടെ ഉസ്മാനിയ ഖിലാഫത്ത് തകർന്നുപോയി. ഉസ്മാനിയ ഖിലാഫത്ത് തകർന്നുപോയപ്പോ ബ്രിട്ടന്റെ വിദേശകാര്യമന്ത്രിയായിരുന്ന ബാൾഫോർ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം നടത്തി. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ചെതറിക്കിടന്നിരുന്ന ജൂതന്മാരെ ഇന്നത്തെ ഫലസ്തീനിലേക്ക് കൊണ്ടുവന്ന് അവരെ താമസിപ്പിക്കാൻ, അവർക്ക് ഫലസ്തീൻ എന്ന പാരമ്പര്യമായ മുസ്ലിം രാഷ്ട്രത്തെ പതിച്ചു കൊടുക്കാനുള്ള ഇടപെടലുകൾ നടത്തി. അതിന് ബ്രിട്ടന് വളമൊരുക്കി കൊടുത്തത്, കളമൊരുക്കി കൊടുത്തത്, സൗകര്യം ചെയ്തു കൊടുത്തത് വഹാബിസത്തിന്റെ ഇടപെടലാണ്. മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചു പിടിച്ചത് മുതൽ ഇന്ന് ഈ അവസ്ഥ കടന്നു വരുന്നത് വരെയുള്ള സാഹചര്യങ്ങളിലേക്ക് മുസ്ലിമീങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പലസ്തീനും ബൈത്തുൽ മുഖദ്ദസും നഷ്ടപ്പെട്ടു പോകാൻ കാരണമായത് വഹാബിസത്തെ ഉപയോഗിച്ചുകൊണ്ട് ബ്രിട്ടൻ നടത്തിയ നാടകത്തിന്റെ പിന്നാമ്പുറങ്ങളിലാണ്. എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഈജിപ്തിലെ ഇതേ ആശയത്തിന്റെ വക്താക്കളായിരുന്ന ജമാലുദ്ദീൻ അഫ്ഗാനിയും റഷീദിയും മുഹമ്മദ് അബ്ദുവും മാസോണിസത്തിന്റെ പ്രചാരകർ കൂടിയായിരുന്നു. മാസോണിസം എന്ന് പറഞ്ഞാൽ സയൻസത്തിന്റെ ആശയങ്ങളെ ഒന്നുകൂടെ രഹസ്യമായിട്ട് സമൂഹത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഫലസ്തീൻ പിടിച്ച് ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കി അവർ ജൂതരാഷ്ട്രവൽക്കരണത്തിനുള്ള വേദി ഒരുക്കാൻ, കളമൊരുക്കാൻ, സാഹചര്യമൊരുക്കാൻ സയൻസം മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയധാരയാണ് മാസോണിസം. എൻസൈക്ലോ ബ്രിട്ടാനിക്ക അതിനെ പരിചയപ്പെടുത്തുന്നത് ദ ലാർജസ്റ്റ് വേൾഡ് വൈഡ് സീക്രട്ട് സൊസൈറ്റി എന്ന ലോകത്തിലെ ഏറ്റവും അതിസങ്കീർണമായ, അതിരഹസ്യമായ, പ്രത്യേകമായ ചാരസംഘടന എന്ന അതിന്റെ ഈജിപ്തിലുള്ള വക്താക്കളായിരുന്നു ഇവർ മൂന്നുപേരും. അവർ തന്നെയാണ് വഹാബിസത്തെ വളർത്തിയത്. ഇതിൽ പറയപ്പെട്ടിരിക്കുന്ന റഷീദ് റിമയുടെ തഫ്സീറുൽ മനാർ, അതേപോലെ തന്നെ മജല്ലത്തുൽ മനാർ, അദ്ദേഹത്തിന്റെ കൃതികൾ നിരന്തരമായി കേരളത്തിലേക്ക് വരുത്തി വായിച്ചുകൊണ്ടിരുന്ന അതിന്റെ വായനക്കാരന്റെ പേരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി.
1920കളിൽ അന്നത്തെ മലബാർ കളക്ടറായിരുന്ന EF തോമസ് 3 മതപണ്ഡിതന്മാർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. 1920കളിൽ അന്നത്തെ ഇവിടെ ഉണ്ടായിരുന്ന കളക്ടറായിരുന്ന EF തോമസ് 3 ആളുകൾക്കെതിരെ 3 മതപണ്ഡിതന്മാർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. അതിൽ ഒരാൾ മഹാനായ നെല്ലിക്കുത്ത് ആലി മുസ്ലിയാരായിരുന്നു. മലബാർ സമരത്തിന്റെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെയും മുന്നണി പോരാളിയായിരുന്ന മഹാനായ ആലി മുസ്ലിയാരെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിളിച്ചു. തൂക്കിക്കൊല്ലുന്ന പ്രഭാതത്തിൽ എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞ് ചൂടുവെള്ളം ചോദിച്ച് നിസ്കരിച്ച് സുജൂദിലായി മുഴുകൊണ്ട് മഹാനായ നെല്ലിക്കുത്ത് ആലി മുസ്ലിയാർ ലോകത്തോട് വിട പറഞ്ഞുപോയി. രണ്ടാമത്തെ പണ്ഡിതൻ മഹത്തായ ഈ പ്രസ്ഥാനം 100ാം വാർഷികത്തിന്റെ പുലരയിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന കഴിഞ്ഞ 1 നൂറ്റാണ്ട് കാലമായി കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയ വൈജ്ഞാനിക നഭോമണ്ഡലങ്ങളിൽ അനിശ്ചയമായ ജാജ്വല്യമാനമായ അടയാളപ്പെടുത്തലുകൾ നടത്തിയ സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ, ആ സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമക്ക് ബീജാവാപം നൽകാൻ വേണ്ടിയിട്ട് ഈ നാടിന്റെ തെരുവുകളിലൂടെ നിരന്തരമായി സഞ്ചാരം നടത്തിയ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിരുന്നു. അതുകൊണ്ടും അദ്ദേഹത്തിനെതിരെയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. 3ാമത്തെ പണ്ഡിതൻ എന്ന് പറയുന്നത് തയ്യിൽ കാത്തിബ് മുഹമ്മദ് കുട്ടി മുസ്ലിയാർ. അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചപ്പോൾ അതുവരെ മലബാർ സമരത്തിന്റെ മുന്നിലുണ്ടായിരുന്ന ഈ പണ്ഡിതൻ കാത്തിബ് തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ അങ്ങ് മധ്യ തിരുവിതാംകൂറിലേക്ക് ഒളിച്ചോടി, സമരമുഖത്തിൽ നിന്ന് ഒളിച്ചോടി മധ്യ തിരുവിതാംകൂറിലേക്ക് ഒളിച്ചോടിയിട്ട് അവിടെ ഒളിവിൽ താമസിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ MCC അബ്ദുറഹ്മാൻ മൗലവി ഉണ്ടായിരുന്നു, അവിടെ EK മൗലവി ഉണ്ടായിരുന്നു. അവരെല്ലാം അവിടെ പോയി അവരൊരു സെറ്റായി മാറി. ആ സാഹചര്യത്തിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ അവരവിടെ കൂടിക്കൊണ്ടൊരു പുതിയ സംഘടന രൂപീകരിക്കുന്നത്. നിഷ്പക്ഷ സംഘം എന്നാണ് ആ സംഘടനയുടെ പേര്. 1922 മലബാർ കലാപം കഴിഞ്ഞു. മലബാർ കലാപത്തോടുകൂടെ മുസ്ലിം ഉമ്മത്തിന്റെ സാമ്പത്തികമായ പ്രതാപം നഷ്ടപ്പെട്ടുപോയി. ഈ ഉമ്മത്ത് എല്ലാ അർത്ഥത്തിലും മലിനവൽക്കരിക്കപ്പെട്ടുപോയി. എല്ലാ അർത്ഥങ്ങളിലും എത്രയോ കലാപങ്ങളുടെ പരിണിത ഫലമായിട്ട് 100 കണക്കിന് കുടുംബങ്ങൾ അനാഥമായി. ഏറനാട്ടിലെയും വള്ളുവ നാട്ടിലെയും ഈ മലബാറിലെയും പ്രദേശത്തുള്ള 1000 കണക്കിന് മനുഷ്യർ മലബാർ കലാപത്തിൽ മാത്രം 70,000 മനുഷ്യർ കൊല ചെയ്യപ്പെട്ടു എന്നാണ്. ആ കലാപാനന്തര കലുഷിതമായ സാഹചര്യത്തിലാണ് മധ്യ തിരുവിതാംകൂറിൽ കാത്തിബ് മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന പേരിൽ ആ കാലയളവ് വരെ സജീവമായി മലബാർ സമരത്തിൽ ഉണ്ടായിരുന്ന പിന്നീട് കളക്ടർ EF തോമസ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചപ്പോൾ സമരമുഖത്ത് നിന്ന് ഒളിച്ചോടിയ ആ മനുഷ്യൻ KM മൗലവി എന്ന പേരിൽ പിന്നീട് പ്രത്യക്ഷപ്പെടുന്നത്. കാത്തിബ് മുഹമ്മദ് കുട്ടി മുസ്ലിയാരാണ് പിന്നീട് KM മൗലവിയായി മാറിയത്. അദ്ദേഹത്തെ ഇപ്പോൾ വലിയ നവോത്ഥാന നായകനായി ചിത്രീകരിക്കാൻ വെമ്പൽ കൊള്ളുന്ന ആളുകളുണ്ട്. അയാളുടെ നേതൃത്വത്തിലാണ് EK മൗലവിയുടെ നേതൃത്വത്തിലാണ് MCC അബ്ദുറഹ്മാൻ മൗലവിയുടെ നേതൃത്വത്തിലാണ് നിഷ്പക്ഷ സംഘം എന്ന് പറഞ്ഞിട്ട് മധ്യ തിരുവിതാംകൂറിൽ ആദ്യത്തെ ഒരു സംഘടന രൂപീകരിക്കുന്നത്. ആ സംഘടനയുടെ ലക്ഷ്യം അന്ന് കൊടുങ്ങല്ലൂരിലും പ്രദേശങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്ന കുടുംബ വഴക്കുകൾ അത് പറഞ്ഞു പരിഹരിക്കുന്ന ഒരു മസ്ലഹത്ത് സമിതി എന്നായിരുന്നു. അതിന്റെ ഭരണഘടനയിൽ ആമുഖമായിട്ട് അതിന്റെ ഒന്നാമതായിട്ട് ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ എഴുതിച്ചേർത്തത് തന്നെ കുടുംബങ്ങൾക്കിടയിൽ സമൂഹത്തിന്റെ ഇടയിലുള്ള അകൽച്ചകളെ പരിഹരിച്ച് സ്നേഹത്തോടെ എല്ലാവരെയും ചേർത്തി നിർത്താനുള്ള സംഘം, അതാണ് നിഷ്പക്ഷ സംഘം. ഒരു വർഷം കഴിഞ്ഞിട്ട് പേര് മാറ്റിയിട്ട് ഐക്യ സംഘടനയാക്കി മാറ്റി. എല്ലാവർക്കിടയിലും ഐക്യമുണ്ടാക്കാൻ മുസ്ലിം ഉമ്മത്തിനെ കൂട്ടിപ്പിടിക്കാനുള്ള സംഘടന. ഒരു വർഷം അതിന്റെ ആദ്യത്തെ വാർഷികം ആഘോഷിച്ചപ്പോഴാണ് കള്ളി വെളിച്ചത്താകുന്നത്. 1ാം വാർഷികത്തിൽ അതിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ആരാണ് ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവി? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് സൗദി അറേബ്യയിൽ ആരംഭം കുറിച്ച അപകടകരമായ വഹാബിസത്തെ യുക്തിവാദത്തിന്റെ മേമ്പടികൾ ചേർത്തുകൊണ്ട് ഈജിപ്ത് കേന്ദ്രീകൃതമായിട്ട് പിന്നീട് പ്രചരിപ്പിച്ച റഷീദ് റിളയുടെ തഫ്സീറുൽ മനാറിന്റെയും മജല്ലത്തുൽ മനാറിന്റെയും നിരന്തര വായനക്കാരനായിരുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവി. അയാളിൽ അപകടകരമായ ആശയങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ മുഅ്മിനീങ്ങളെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന്റെ കാതലായ വശം മുഅ്മിനീങ്ങളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുക.
ആ വാദഗതി നടത്തിയിരുന്ന അദ്ദേഹം ഇതിന്റെ തലപ്പത്ത് വന്നപ്പോഴാണ് കേരളത്തിലുള്ള നമ്മുടെ ഉലമാ ഇതിന്റെ അപകടത്തെക്കുറിച്ച് ബോധവാന്മാരാകുന്നത്. പിന്നീട് നടന്ന സംഗമങ്ങൾ മഹാനായ ഞാൻ നേരത്തെ പറഞ്ഞ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഇവരുടെ പ്രവർത്തനങ്ങൾ KM മൗലവിയുടെ നേതൃത്വത്തിൽ, MCC അബ്ദുറഹ്മാൻ മൗലവിയുടെ നേതൃത്വത്തിൽ, EK മൗലവിയുടെ നേതൃത്വത്തിൽ, ഈ പറയപ്പെട്ടിരിക്കുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ നേതൃത്വത്തിൽ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്തപ്പോൾ മക്കയിലെ മുശ്രിക്കുകളെക്കാളും മതപ്പതിച്ച ശിർക്ക് ചെയ്യുന്ന കൊടിയ ശിർക്കിന്റെ വക്താക്കളാണ്, മതഭ്രഷ്ട് സംഭവിച്ചവരാണ് എന്ന് നമ്മുടെ പാരമ്പര്യത്തെ മുഴുവനും തള്ളിക്കളഞ്ഞപ്പോൾ നമ്മുടെ ഉപ്പാപ്പമാരെയും നമ്മുടെ വല്യമ്മമാരും അവരെല്ലാം മതത്തിൽ നിന്ന് പുറത്തുപോയ ബഹുദൈവ വിശ്വാസികളാണ്. ഇന്നും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വേദനാജനകമായ കാര്യം. ആ പള്ളിയുടെ അപ്പുറത്തുള്ള പറമ്പിൽ വന്ന് മുമ്പ് പ്രസംഗിച്ച ഒരു പണ്ഡിതൻ തന്നെയാണ് ഈ അടുത്ത കാലത്തും പറഞ്ഞത്, ഇവിടെയുള്ള സുന്നികളുടെ പള്ളികളെല്ലാം ക്ഷേത്രങ്ങളാണ്, അതിന് തുല്യമാണ്. അവിടെ ഇമാമ നിൽക്കുന്ന പണ്ഡിതന്മാർ പൂജാരിക്ക് തുല്യമാണ്. എത്ര ലാഘവത്തോടുകൂടിയാണ് മുസ്ലിങ്ങളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്നത്. ഒരു ചുഴലി എന്ന് പറയുന്ന ഒരു പണ്ഡിതനെ കേരളത്തിന്റെ മനസ്സാക്ഷിയെ പോലും കുത്തിനോവിക്കുന്ന രീതിയിൽ ഒരു RSSകാരും ഇന്നുവരെ നമുക്കെതിരെ അത്തരം ആരോപണം നടത്തിയിട്ടില്ല. ഇസ്ലാമിനോട് ബദ്ധശത്രുത വെച്ച് പുലർത്തുന്ന ഒരു പ്രത്യയശാസ്ത്രവും ഇന്നുവരെ ആരോപിക്കാത്ത അപകടകരമായ ആരോപണം ഇന്നും അവർ തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ മുസ്ലിങ്ങളല്ലത്രേ, നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണ്. ആ വാദഗതിയായിട്ട് കടന്നു വന്നപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ തന്റെ ആത്മീയ ഗുരുവായിരുന്ന വാഴക്കുളം കുട്ടിയാ മുസ്ലിയാർ ഖാദിരിയ തരീഖത്തിന്റെ ശൈഖിന്റെ അരികിലേക്ക് കടന്നു പോകുന്നത്, നിലവിലുള്ള സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. ഇതിനെതിരെ നമ്മുടെ യഥാർത്ഥ അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിനെ, നമ്മുടെ യഥാർത്ഥ വിശ്വാസധാരയെ സംരക്ഷിച്ചു നിർത്തുക, അത് അനിവാര്യമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പണ്ഡിത സഭ രൂപീകരിച്ചുകൊണ്ട് ഉമ്മത്തിന്റെ വിശ്വാസത്തിന്റെ തണലൊരുക്കണം, കരുതലൊരുക്കണം, കാവലൊരുക്കണം. മഹാനായ ശൈഖ് കുട്ടിയാ മുസ്ലിയാർ തന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരോട് പറഞ്ഞു, വളരെ അത്യാവശ്യമായ അത്യന്താപേക്ഷിതമായ കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്, അനിവാര്യമായ കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷേ പ്രായാധിക്യം കാരണം ഞാൻ അവശനാണ്. നിങ്ങളുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ട് നിങ്ങളുടെ കൂടെ ഒരാളായി പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും എന്റെ വാർദ്ധക്യം അതിനനുവദിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ പൊന്നമോൻ അബ്ദുൽ ബാരിയെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായ അബ്ദുൽ ബാരി എന്ന് പറയുന്ന തന്റെ മകനെ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന മഹാനായ ശൈഖ് കുട്ടിയാ മുസ്ലിയാർ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തേക്ക് കടന്നു വന്നപ്പോ മദീനക്കാരായ സഹാബികൾ റസൂലുള്ളാഹി ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പലരും നൽകി, പലരും സമ്പത്ത് നൽകി, വാഹനം നൽകി, സൗകര്യങ്ങൾ നൽകി. അപ്പോഴാണ് ഒരു പെണ്ണ് 10 വയസ്സുകാരനായ തന്റെ മകന്റെ കൈപിടിച്ചുകൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, പലരും തന്നല്ല നബിയെ, സമ്പത്ത് തന്നല്ല നബിയെ, എനിക്കൊരു സമ്പാദ്യവുമില്ല. എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് എന്റെ പൊന്നുമോൻ അനസാണ്. അതുകൊണ്ട് ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി, അമ്മയുടെ സേവനത്തിന് വേണ്ടി എന്റെ പൊന്നുമോൻ അനസിനെ ഞാനിതാ അങ്ങേക്ക് ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങളിലേക്ക് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 10 വർഷത്തോളം പിന്നീട് റസൂലുള്ളാഹി വഫാത്താകുന്നത് വരെ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ ഖിദ്മത്ത് ചെയ്തു. മാ മസിസ്തു ദീബാജൻ വലാ ഹരീറൻ അല്ലന മിൻ കഫി റസൂലില്ലാഹ് എന്ന് പരിചയപ്പെടുത്തിയ അല്ലാഹുവിന്റെ റസൂലിന്റെ വ്യക്തിപ്രഭാവത്തെ പിൽക്കാല വിശ്വാസികൾക്ക് ഒപ്പിയെടുത്ത് അവതരിപ്പിച്ചു തന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 10 വയസ്സുള്ളപ്പോൾ കൊണ്ടുപോയി കൊടുത്തതുപോലെ മഹാനായ ശൈഖ് കുട്ടിയാ മുസ്ലിയാർ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു തന്റെ മകൻ അബ്ദുൽ ബാരിയെ. എന്നിട്ട് പറഞ്ഞ് കൂടെ കൂട്ടിക്കോ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കോ. അവർ ഈ നാടിന്റെ തെരുവുകളിലൂടെ ഗ്രാമാന്തരങ്ങളിലൂടെ ആലിന്യങ്ങളെ മുഴുവനും കണ്ടിട്ട് ആസന്നമായിരിക്കുന്ന അപകടകരമായ അവസ്ഥയുടെ ആഴപ്പരപ്പുകളെ ബോധ്യപ്പെടുത്തിയപ്പോൾ ഉലമാ സംഘടിച്ചിട്ടാണ് 1926 എന്റെ പ്രിയപ്പെട്ടവരെ കോഴിക്കോട്ടെ ടാഗോർ ഹാളിൽ മഹാനായ വരത്തിലുള്ള കോയത്തങ്ങളുടെ പ്രസിഡന്റായിക്കൊണ്ട് പള്ളിമുട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ ജനറൽ സെക്രട്ടറി ആയിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടത്. ആരെയും തള്ളി പറയാനല്ല, ഒരു പുതിയ സിദ്ധാന്തങ്ങളെയും അവതരിപ്പിക്കാനല്ല, പുതിയ ഒരു ആശയധാരയിലേക്കും ആളക്ഷമിക്കാനല്ല. ഈ തക്ഫീർ നടന്നുകൊണ്ടിരിക്കുന്ന
മുഅ്മിനീങ്ങളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കി പാരമ്പര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗപ്രവേശനം ചെയ്തിരിക്കുന്ന ഈ അബദ്ധ ജടിലമായ പ്രത്യയശാസ്ത്രത്തിന്റെ ഉള്ളുവഴികളെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. അതുകൊണ്ട് ഒരു നൂറ്റാണ്ടുകാലത്തോളം സമസ്ത പ്രവർത്തിച്ചു. സമസ്ത രൂപീകൃതമായ ലക്ഷ്യം എന്ന് പറയുന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഉമ്മത്തിന്റെ വിശ്വാസത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നമുക്ക് തോന്നും നമുക്ക് വേണ്ടി സമസ്ത എന്ത് ചെയ്തു എന്ന്. നമ്മുടെ കൽപ്പിലുള്ള ഈമാൻ സമസ്തയുള്ള ജംഇയ്യത്തുൽ ഉലമ ഒരു നൂറ്റാണ്ടുകാലം കാവൽ വന്നതിന്റെ ബാക്കിപത്രമാണെന്നുള്ള ബോധ്യം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾക്കുണ്ടാകണം. നമ്മുടെ മക്കൾക്കും ആ ബോധ്യം ബോധം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ ഇന്ന കാലയളവിൽ 1934 അതിന്റെ ഭരണഘടന രജിസ്റ്റർ ചെയ്യുമ്പോൾ ആദ്യമായി തിരിച്ചെടുത്തത് നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോഴൊക്കെ ഇക്കഴിഞ്ഞ ഒരു നൂറ്റാണ്ടോളം പ്രവർത്തിച്ചിട്ടും ഞാൻ കുറച്ച് ദിവസം മുമ്പ് കാസർഗോഡ് ഒരു പരിപാടിക്ക് പോയി. അപ്പൊ അവിടെയുള്ള ഒരു സ്ഥാപനത്തിലുള്ള വിദ്യാർത്ഥികളുമായി സംവദിച്ചു. സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ ഒരു നൂറ്റാണ്ട് പൂർത്തിയായി അതിന്റെ 100ാം വാർഷിക ആഘോഷമാണ് നടക്കാനിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടി എന്നോട് എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, സമസ്ത രൂപീകരിച്ചത് വഹാബിസം ഇവിടെ രംഗപ്രവേശനം ചെയ്തപ്പോഴല്ലേ? അപ്പൊ സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമക്ക് 100 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്തായാലും 100 വയസ്സ് പൂർത്തിയാകണ്ടേ? അവരെന്താണ് 100ാം വാർഷികം ആഘോഷിക്കാത്തത്? സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്നത് ഇവിടെയുള്ള ഈ ആശയങ്ങൾ ചെറുക്കാൻ വേണ്ടിയിട്ടാണ്. മുജാഹിദ് പ്രസ്ഥാനം അന്ന് ആ പേരിലല്ലെങ്കിലും ആ പ്രത്യയശാസ്ത്രത്തെ എതിർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സമസ്തക്ക് 100 വയസ്സ് തികയുമ്പോ എന്തായാലും 100 വയസ്സ് ആ പ്രസ്ഥാനത്തിന് തികയുണ്ട്. അവരെന്താ 100ാം വാർഷികം ആഘോഷിക്കാത്തത്? അതിന് ഞാൻ നൽകിയ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നതാണല്ലോ. കൊടുത്താൽ കൊല്ലത്തും കിട്ടും, അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്, വിടണോ? കമാ തദീന തുദാനി. കാലം ചാക്രികമായാണ് സഞ്ചരിക്കുന്നത്, വീണ്ടും ആവർത്തിക്കും. ചെയ്തതൊക്കെ തിരിച്ചു കിട്ടും. അവർക്ക് 100ാം വാർഷികം ആഘോഷിക്കുന്ന ആലോചന നടത്താനേ ഇപ്പോൾ സമയമില്ലാത്തവിധം അവർക്കിടയിൽ പരസ്പരം ശിർക്കാരോടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇത്രയും കാലം മുഅ്മിനീങ്ങൾ മുഴുവനും ഇസ്ലാമിന്റെ പുറത്താക്കി. ചില ആളുകൾ അവിടെ ഇവിടെയൊക്കെയുള്ള പള്ളികളിൽ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സുന്നിയായി നിൽക്കുമ്പോൾ നമ്മൾ കാഫിറാണ് മുശ്രിക്കാണെന്നുള്ള ആരോപണം കേൾക്കേണ്ടി വരുമല്ലോ. അപ്പൊ അവിടെ പോയാൽ അത് കേൾക്കേണ്ട. നേരത്തെ തങ്ങളെ പറഞ്ഞതുപോലെ കുറച്ച് സ്റ്റാൻഡേർഡ് മുസ്ലിമായി ജീവിക്കാമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. നിങ്ങൾ അവിടെ പോയാലും കുറച്ച് അപ്പുറത്ത് പോയാലും എവിടെ പോയാലും ശിർക്കാരോപണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നു. അതിന്റെ കാരണം എന്താണ്? ഇനി പറയുന്നതാണ് സത്യവും. 1921 1700-കളിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് സൗദി അറേബ്യയിൽ അവതരിപ്പിച്ച വഹാബിസം പിന്നീട് ഈജിപ്ത് വഴി ജമാലുദ്ദീൻ അഫ്ഗാനി, റഷീദ് നിവാർ, മുഹമ്മദ് അബ്ദുള്ളയുടെ ആ ആകൃഷ്ടരായ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ കേരളത്തിലേക്ക് വന്നു. വന്ന വഴി കണ്ടോ? സൗദി അറേബ്യയിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് കേരളത്തിലേക്ക് വന്നു. അവരുടെ വിശ്വാസപ്രകാരം എല്ലാം നിഷിദ്ധമാണ്. സിഹറുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്, മന്ത്രം ശിർക്കാണ്, കണ്ണേറുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്, തവസ്സുൽ ശിർക്കാണ്, ഇസ്തിഗാസ ശിർക്കാണ്. ഈ ആശയമാണ് കേരളത്തിലുണ്ടായിരുന്നത്. 1979 1ാം മുജാഹിദ് സമ്മേളനം നടന്നത്. ആ സമ്മേളനത്തോടുകൂടെയാണ് അവർക്കിടയിൽ നമ്മുടെ അഖീദ, ഞാൻ പറഞ്ഞു സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമയുടെ വിശ്വാസത്തിന്റെ, ആദം നബിയുടെ വിശ്വാസത്തിന്റെ പഴക്കം ഇന്ന് വരെ ആർക്കെങ്കിലും പറയാൻ പറ്റൂ? 1926 സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുമ്പോൾ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ അഖീദ വിശ്വാസം എന്താണോ, നമ്മുടെ തൗഹീദിന്റെ മാനദണ്ഡം എന്താണോ, നമ്മുടെ ശിർക്കിന്റെ മാനദണ്ഡം എന്താണോ, ഇന്നും നമ്മൾക്ക് മാറ്റേണ്ടി വന്നിട്ടില്ല. കാരണം നമുക്കൊരു ഉസൂലുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞു, തന്നൂർ അണ്ണൻ തൗഹീദുന ദീനക്കും, എവിടെ നിന്നാണ് ദീൻ സ്വീകരിക്കുന്നത് എന്ന് നോക്കണമെന്ന് നമുക്ക് കൃത്യമായ പാരമ്പര്യമുണ്ട്. 1979 കഴിയുമ്പോഴേക്ക് ഗൾഫ് സലഫിസം നേരിട്ട് കേരളത്തിലേക്ക് വരാൻ തുടങ്ങി. ഈജിപ്തിലൂടെ മാത്രം കടന്നു വന്ന വഹാബിസം പിന്നീട്
സൗദി അറേബ്യയിൽ നിന്ന് നേരിട്ട് ഗൾഫ് സർവീസ് നമ്മുടെ മലബാറിലേക്ക് വരാൻ തുടങ്ങി. കാരണം ആ കാലയളവിലാണ് ഗൾഫിലേക്കുള്ള കുടിയേറ്റം തുടങ്ങുന്നത്, ഗൾഫിലേക്കുള്ള പോക്കുവരവ് ആരംഭിക്കുന്നത്. സ്വാഭാവികമായും അവിടെയുള്ള ആശയങ്ങൾ ഇവിടെ കടന്നു വരാൻ തുടങ്ങുകയും നേരത്തെയുള്ള കണ്ണീർ ശിർക്കല്ല, സിഹർ ശിർക്കല്ല, ഇസ്തിഗാസ ചെയ്യുന്ന അവസരം മാത്രമാണ് ശിർക്ക്, മറ്റു പല കാര്യങ്ങളുമാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും റഷീദ് എലയുടെയും മുഹമ്മദ് അബ്ദുലിന്റെയും വിശ്വാസപ്രകാരം ഇതെല്ലാം ശിർക്കായിരുന്നു. മൗലവി ഇവിടെ പ്രബോധനം ചെയ്തില്ല, അവരുടെ ആദർശപ്രകാരം ഇതെല്ലാം ശിർക്കായിരുന്നു. അതിൽ ചെറിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. 1979 ശേഷം ചില കാര്യങ്ങൾ ശിർക്കാണ്, ചില കാര്യങ്ങൾ ശിർക്കല്ല എന്നുണ്ട്. അങ്ങനെ ശിർക്കിൽ മാറ്റം വന്നാൽ എന്റെ പ്രിയപ്പെട്ടവർ ആ കാലങ്ങളിൽ അതിന്റെ ഇടയിൽ മരിച്ചുപോയ ആളുകളെ പറ്റി എന്ത് പറയും? അവർ മുസ്ലിമാണോ മുസ്ലിക്കാണോ? ഒരു മുഅ്മിനിന്റെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യുന്ന അവസ്ഥകൾ അവർക്കിടയിൽ തന്നെ ഉണ്ടായി. 2002 മുജാഹിദ് പ്രസ്ഥാനം 2 പിളർന്നു. ഹുസൈൻ മടവൂരിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗവും ഔദ്യോഗിക കേന്ദ്രമായി മറ്റൊരു വിഭാഗവുമായി മാറി, 2 വിഭാഗമായി മാറി. ഈ 2 വിഭാഗത്തിന്റെ വീക്ഷണപ്രകാരം ഹുസൈൻ മടവൂർ പ്രതിനിധാനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രപ്രകാരം ഇപ്പുറത്തുള്ള ഔദ്യോഗിക കേന്ദ്രങ്ങളിലുള്ള ആളുകൾ മുഴുവൻ മുശ്രിക്കുകളാണ്, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കാലം മുഴുവൻ ലോകത്തുള്ള മുഅ്മിനീങ്ങളെയും ഇവിടെയുള്ള വിശ്വാസികളെയും ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ ഒരുമ്പെട്ടിറങ്ങിയവർ പിന്നീട് പരസ്പരം ശിർക്കും കുഫറും ആരോപിക്കാൻ തുടങ്ങി. ഒരു വിഭാഗത്തിന്റെ വീക്ഷണപ്രകാരം KNM എന്ന ഔദ്യോഗിക വിഭാഗം അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണെങ്കിൽ അവർ മുശ്രിക്കുകളാണെന്ന് വാദിക്കാൻ തുടങ്ങി. അവർക്കിടയിലുള്ള തർക്കങ്ങൾ നീണ്ടുപോയി. അതിന്റെയും ഇടയിലാണ് 2012 ഒരു വിഭാഗം വീണ്ടും KNM നടന്നു പോകുന്നത്. അവർ പുറത്തു പോകാനുള്ള കാരണം അവരാണ് പിന്നീട് വിസ്ഡം എന്ന പേരിൽ അറിയപ്പെട്ടത്. 2012 ഔദ്യോഗിക KNM നിന്നും ഒരു വിഭാഗം പുറത്തേക്ക് പോകുന്നു. സക്കറിയ സലാഹിയുടെ നേതൃത്വത്തിൽ ഇന്ന് ആ ആശയധാരയെ നേതൃത്വം നൽകുന്നത് ബഹുമാനായ ഹുസൈൻ മടവൂരിനെ, ബഹുമാനപ്പെട്ട ഫൈസൽ മൗലവിയെ പോലെയുള്ള, അതേപോലെ തന്നെ മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള പണ്ഡിതന്മാരാണ്. അവരെ ഔദ്യോഗിക വിഭാഗത്തിൽ നിന്ന് പുറത്തു വരാനുള്ള കാരണം എന്ന് പറയുന്നത് ജിന്നുകളോട്, അതേപ്രകാരം തന്നെ അങ്ങനെയുള്ള ഏതെങ്കിലും ശക്തികളോട്, ആളുകളായ നമ്മുടെ സമീപത്തുള്ള ശക്തികളോട് സഹായഘട്ടം നടത്തിയാൽ അല്ലെങ്കിൽ അവരോട് സഹായഘട്ടം നടത്തുന്നത് കൊണ്ട് ശിർക്കാവില്ല എന്നുള്ള പുതിയ വാദത്തിന്റെ പേരിൽ ഔദ്യോഗിക വിഭാഗം അവർ മുശ്രിക്കുകളാണെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് നമ്മൾ അവരുടെ പള്ളിയിലേക്ക് പോയാൽ അവിടെയും ശിർക്കാരാണ്, നമ്മൾ രക്ഷപ്പെടില്ല. കാരണം KNM വാദപ്രകാരം തൊട്ടപ്പുറത്തുള്ള പള്ളിയിൽ നിസ്കരിക്കുന്നവരുടെ വാദപ്രകാരം ഇവരിപ്പോൾ നിലവിൽ മുസ്ലിമീങ്ങളിൽ. എന്നാൽ കുറച്ചപ്പുറത്തുള്ള KNM പള്ളിയിൽ പോയിട്ട് നിങ്ങൾ നിസ്കരിച്ചാൽ ശ്രമിച്ചാലും നിങ്ങൾക്ക് ഇസ്ലാമിക മേൽവിലാസം ലഭിക്കാൻ പോകുന്നില്ല. പിന്നീട് അവരിൽ നിന്ന് പിളർന്നുണ്ടായ മർക്കസ് ദഅവയുടെ വാദപ്രകാരം നിങ്ങൾ പിന്നെയും മുസ്ലിമാകുന്നില്ല. 8ഉം 10ഉം ഗ്രൂപ്പുകളായിട്ട് പരസ്പരം അവരുടെ വിശ്വാസങ്ങളും ആശയങ്ങളും പരസ്പരം കൊമ്പുകൊടുക്കുന്ന ശിർക്കാരോപണം നടത്തുന്ന അതിദയനീയമായ സാഹചര്യം. എന്നാൽ അഹ്ലുൽ സുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം എന്താണ്? ഞാനത് പൂർത്തിയാക്കാൻ ഇരിക്കുകയാണ്. നമ്മുടെ വിശ്വാസത്തിൽ ഇന്നുവരെ ശിർക്കിന് മാറ്റം വന്നിട്ടില്ല. നമ്മുടെ വിശ്വാസത്തിൽ ഇന്നുവരെ തൗഹീദിന് മാറ്റം വന്നിട്ടില്ല. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഈ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ ഏകനായ അല്ലാഹുവാണ്. അവനാണ് ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചത്, മനുഷ്യനെ സൃഷ്ടിച്ചത്, മനുഷ്യരെ ജന്തുജാലങ്ങളെ സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചത്തെ അഖിലം സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ അല്ലാഹുവാണ്. അവനല്ലാതെ ആരാധനക്കർഹനായ ഒരാളുമില്ല. അല്ലാഹുവിന്റെ അറിവ് കൂടാതെ, അവന്റെ കുദറത്തില്ലാതെ, അവന്റെ ഇറാദത്തില്ലാതെ ഒരു ഇല പോലും പഴുത്ത ഭാഗമായി വൃക്ഷത്തിൽ നിന്ന് താഴെ വീഴുന്നില്ല. മനുഷ്യരായാലും മനുഷ്യരിതര ജന്തുജാലങ്ങളായാലും ആരായാലും ഒരു ചെറുവിരൽ അനക്കാൻ, നിന്ന ഇടത്ത് നിന്ന് നീങ്ങി നിൽക്കാൻ, എന്തു ചെയ്യാനും എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ സഹായമില്ലാതെ സാധ്യമല്ല. ആർക്കും സ്വന്തമായി ഒന്നിനും സാധ്യമല്ല. എല്ലാ കഴിവുകളും, നമ്മുടെ എല്ലാ ബോധ്യങ്ങളും, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ, നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്.
ഇതാണ് നമ്മുടെ വിശ്വാസം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ആ പ്രവാചകൻ അല്ലാഹു കൊണ്ടുപോളം ബഹുമാനങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ എത്ര ബഹുമാനങ്ങൾ നൽകിയാലും ആ റസൂലിൽ ഉലൂഹിയ്യത്ത് കടന്നു വരുന്നില്ല, റുബൂബിയ്യത്ത് കടന്നു വരുന്നില്ല, ദൈവികത കടന്നു വരുന്നില്ല. അല്ലാഹുവിന്റെ ഔദാര്യമില്ലാതെ, അല്ലാഹുവിന്റെ ഇറാദത്തില്ലാതെ, അല്ലാഹുവിന്റെ ഖുദ്റത്തില്ലാതെ സാക്ഷാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും അവിടുത്തെ ശറഫാക്കപ്പെട്ട ചെറുവിരൽ പോലും അനക്കാൻ കഴിയില്ല. ഇതാണ് നമ്മുടെ വിശ്വാസം, ഇതാണ് നമ്മുടെ അഖീദ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. ലോകത്ത് നമ്മൾ നടത്തുന്ന ഏതെല്ലാം സംസാരങ്ങളായാലും അഭ്യർത്ഥനകളായാലും ഇടപെടലുകളായാലും എന്റെ പ്രിയപ്പെട്ടവരെ, അതൊക്കെ അല്ലാഹുവിന്റെ ഇറാദത്ത് കൊണ്ട് മാത്രമാണ്. പിന്നെ മറ്റൊരു വിഷയം, ചില ആളുകൾ നമ്മൾ ഡോക്ടറുടെ അരികിൽ പോകുന്നു, ഡോക്ടറോട് രോഗം മാറ്റിത്തരണേ, വിട്ടുമാറാത്ത തലവേദന, അസഹ്യമായ പല്ലുവേദന, വിട്ടുമാറാത്ത കാലുവേദന. ഡോക്ടറോട് പോയിട്ട് ഒരാൾ പറയുന്നു, എന്റെ രോഗമൊന്ന് മാറ്റിത്തരണം. അതേ നമ്മൾ തന്നെ പിന്നീട് എപ്പോഴോ നിസ്കരിച്ചപ്പോഴോ അതിന്റെ ശേഷമോ അല്ലാഹുവിനോട് പറയുന്നു, എന്റെ രോഗമൊന്ന് മാറ്റിത്തരണം. രണ്ടും ഒരേ അക്ഷരങ്ങളാണ്, രണ്ടും ഒരേ വാക്യങ്ങളാണ്, രണ്ടും ഒരേ പ്രയോഗങ്ങളാണ്. എന്താ വ്യത്യാസമുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, അതിൽ ഒന്നിന്റെ പേര് സഹായത്തേട്ടം എന്നുള്ളതാണ്, മറ്റേതിന്റെ പേര് ദുആ എന്നുള്ളതാണ്, ആരാധന, പ്രാർത്ഥന എന്നുള്ളതാണ്. രണ്ടും വ്യത്യാസപ്പെട്ടത് അതിന്റെ പദപ്രയോഗം കൊണ്ടല്ല, അതിന്റെ അക്ഷരങ്ങളുടെ എണ്ണച്ചുരുക്കങ്ങൾ കൊണ്ടല്ല, അത് പറയുന്ന വ്യക്തിയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഒരു കാര്യം പ്രാർത്ഥനയായിത്തീരുന്നതും ഇബാദത്തായിത്തീരുന്നതും മനസ്സിന്റെ ഉള്ളിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഡോക്ടറോടും പറഞ്ഞത് എന്റെ രോഗമൊന്ന് മാറ്റിത്തരണം. നമ്മൾ അല്ലാഹുവിനോട് പറഞ്ഞതും അല്ലാഹുവേ എന്റെ രോഗമൊന്ന് മാറ്റിത്തരണം. അല്ലാഹുവിനോട് പറഞ്ഞിരിക്കുന്ന വാക്കിന്റെ ദുആ എന്നും ഡോക്ടറോട് പറഞ്ഞിരിക്കുന്ന വാക്കിന്റെ ഇസ്തിഗാസ എന്നുമാണ് പറയുക. മറ്റേത് പ്രാർത്ഥനയല്ല. ഒന്ന് പ്രാർത്ഥനയാണ്, മറ്റേത് സ്വാഭാവികമായ സഹായഘട്ടമാണ്. എന്താ വ്യത്യാസം എന്നറിയുമോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഒരു വ്യക്തിയിൽ സ്വമതീയത്തിനെ വിശ്വസിച്ചുകൊണ്ട് അതാണ് പ്രാർത്ഥനയുടെ ദുആഇന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്ന, ഞാൻ അഭ്യർത്ഥിക്കുന്ന ഈ വ്യക്തിക്ക് എന്നെ ഏതെങ്കിലും വിധേനെ സ്വന്തമായി അല്ലാഹുവിന്റെ ഒരു സൃഷ്ടാവിന്റെ സഹായമില്ലാതെ എന്നെ സഹായിക്കാൻ കഴിയും. മറ്റൊരാൾ, മുകളിൽ ഒരാളില്ലാത്ത വിധം, മറ്റൊരാളിൽ നിന്ന് ലഭിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം സ്വന്തമായി എന്റെ ആവശ്യം പരിഹരിച്ചു തരാൻ ഇയാൾക്ക് സാധ്യമാകും എന്ന് വിശ്വസിക്കുമ്പോഴാണ് അത് ഇബാദത്തും പ്രാർത്ഥനയുമായി തീരുന്നത്. അല്ലാഹുവിനോട് നമ്മൾ എങ്ങനെ പറഞ്ഞാലും പ്രാർത്ഥനയാകാനുള്ള കാരണം, അല്ലാഹുവിനോട് പറയുമ്പോൾ നമുക്ക് ബോധ്യമുണ്ട് അല്ലാഹ് നമുക്കൊരു സഹായം ചെയ്തു തരാൻ ഒരാളുടെയും മോശാരം അല്ലാഹ്ക്ക് വേണ്ട. അല്ലാഹുവിന് മറ്റൊരാളുടെയും സഹായമില്ലാതെ നമ്മളെ സഹായിക്കാൻ സമനായ, അഹദായ, റബ്ബായ അല്ലാഹുവിന് സാധിക്കും. ഡോക്ടറുടെ അരികിൽ നമ്മൾ അതേ ചോദ്യം ആവർത്തിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ചോദിക്കുന്ന നമുക്കറിയാം, ഈ ഡോക്ടർക്ക് എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല, എനിക്കൊന്നും ചെയ്തു തരാൻ സാധ്യമല്ല. അദ്ദേഹം മരുന്ന് തന്നാലും മരുന്ന് തരാൻ, അത് കുറിച്ചു വെക്കാൻ, അദ്ദേഹത്തിന്റെ പേന കണ്ടാൽ അദ്ദേഹത്തിന്റെ കൈവിരലുകൾ ചലിപ്പിക്കാൻ അല്ലാഹു വിചാരിക്കാതെ സാധ്യമല്ല, അല്ലാഹുവിന്റെ ഖുദ്റത്തില്ലാതെ സാധ്യമല്ല, അല്ലാഹുവിന്റെ സഹായമില്ലാതെ സാധ്യമല്ല. അത് സ്ഥലത്തുള്ള ആളായാലും ദൂരമുള്ള ആളായാലും ഒക്കെ കണക്കാണ്. എന്റെ മുന്നിൽ നിൽക്കുന്ന ആളോട് ഞാൻ പറഞ്ഞ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക, ആ പറയുന്ന സമയത്ത് ഇവര് പറയുന്നത് അത് ഭൗതികമായ ഘട്ടം. ഇനി സ്ഥലത്തില്ലാത്ത ഒരാളോട് ഞാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് അഭൗതികമായ ഘട്ടം. സ്ഥലത്തുള്ള ആളോട് പറഞ്ഞാൽ അത് അനുവദനീയം. സ്ഥലത്തില്ലാത്ത ഒരാൾ ഞാൻ പറയുന്നത് കേൾക്കുമെന്ന വിശ്വാസത്തോടുകൂടെ പറഞ്ഞാൽ അത് ശിർക്കാണ് എന്നുള്ള ഇന്ന് വരെ ഒരു ഇമാമിയങ്ങളും പരിചയപ്പെടുത്താത്ത അപകടകരമായ വാദം ഉന്നയിച്ചുകൊണ്ടാണ് നാളിതുവരെ നൂറ്റാണ്ടുകളോളം മുഅ്മിനീങ്ങളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ വിശ്വാസം ഇന്നും മാറ്റമില്ലാതെ എത്ര മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയും. സ്ഥലത്തുള്ള ആളോടായാലും, ഇനി എന്റെ വീട്ടിൽ നിൽക്കുന്ന എന്റെ ഭാര്യയോടായാലും എന്റെ ഉമ്മയോടായാലും അവരോട്
അവർക്കെനിക്ക് വെള്ളം തരാൻ സ്വന്തമായി കഴിവില്ല. ഇനി അള്ളാഹു അവർക്ക് എന്തെങ്കിലും സിദ്ധി കൊടുത്താൽ അവർക്ക് എന്നെ കേൾക്കാൻ കഴിയും എന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞാൽ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ നിന്നുകൊണ്ടല്ലേ എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള നഹാബിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സാരിയ റളിയല്ലാഹു അൻഹയോട് സാരിയ അൽ ജബൽ എന്ന് വിളിച്ചു പറഞ്ഞത്. സ്ഥലത്തുള്ള ആളല്ലല്ലോ, ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള സാരിയ റളിയല്ലാഹു അൻഹുവിനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്. വിളിക്കുമ്പോൾ വിശ്വാസം എന്താ? ഞാൻ ഇവിടുന്ന് വിളിച്ചാൽ സാരിയ റളിയല്ലാഹു അൻഹു അവിടെ കേൾക്കും. അഭൗതികമായ കേൾക്കണല്ലേ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയോ? ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള പള്ളിയുടെ ആളുകളും കുറച്ചപ്പുറത്തുള്ള പള്ളിയുടെ ആളുകളും തമ്മിലുള്ള തർക്കം എന്താണെന്ന് ചോദിച്ചാൽ അപ്പുറത്തെ പള്ളിയിൽ നിസ്കരിക്കുന്ന ആളുകളുടെ അഭിപ്രായ പ്രകാരം ഇവർ മുശ്രിക്കുകളാണ്. അല്ലാഹു നമ്മൾക്കൊക്കെ നല്ല ബുദ്ധി പെരുമാറാകട്ടെ. എല്ലാവർക്കും അല്ലാഹു ഹിദായത്ത് നൽകുമാറാകട്ടെ. നമ്മൾ ആരെയും പരിഹസിക്കുന്നതല്ല, നമുക്ക് ആരോടും എതിർപ്പില്ല. പല ആളുകളും ഇതിന്റെ ഗൗരവവും യാഥാർത്ഥ്യവും അറിയാതാകപ്പെട്ടു പോയവരെ അവരിവരെ പറ്റി ശിർക്കാരോപിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ ജബ്ബാർ മൗലവി പറഞ്ഞിരുന്നു, മഹാനായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ജബ്ബാർ മൗലവി എഴുതിയ ചില ഉത്തരങ്ങൾ, ആ ഉത്തരമാണ് യഥാർത്ഥത്തിൽ 2012 KNM-ൽ നിന്ന് വിസ്റ്റം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാകാൻ കാരണമായി തീർന്നത്. ജബ്ബാർ മൗലവി അന്ന് എഴുതുകയുണ്ടായി. എന്താ അദ്ദേഹം എഴുതിയത് എന്ന് ചോദിച്ചാൽ, സ്ഥലത്തുള്ള നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ എവിടെയോ ആളില്ലാത്ത ഒരു വിജനമായ പ്രദേശത്ത് നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നപ്പോൾ ഈ സ്ഥലത്ത് അല്ലാഹുവിന്റെ ജിന്നുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ സ്ഥലത്തുള്ള ജിന്നിനോട് നമ്മൾ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞതുകൊണ്ട് അത് അഭൗതികമായ തോട്ടമൊന്നും ആവില്ല, അത് ശിർക്കാവില്ല എന്നുള്ള ഒരു പ്രസ്താവന നടത്തിയതിന്റെ പേരിലാണ് യഥാർത്ഥത്തിൽ KNM-ൽ നിന്ന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള നമ്മുടെ തൊട്ടടുത്തുള്ള ഈ പള്ളി സംവിധാനവും ഉണ്ടായിത്തീർന്നിരിക്കുന്നത്. എന്താ അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ അവരിത്ര പറഞ്ഞു. അവര് അപ്പോഴും കടുംപിടുത്തം പിടിക്കുന്ന ഒരു കാര്യം, എന്റെ മരണപ്പെട്ടു പോയവർ അങ്ങനെയുള്ള ആളുകൾ അവരോടൊന്നും തേടാൻ പാടില്ല. നമ്മൾ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോ ഒരു പെട്ടെന്നൊരു അത്യാഹിതം സംഭവിച്ചാൽ ഇവിടെയുള്ള ജിന്നുകൾ എന്നെ സഹായിക്കുമെന്ന വിശ്വാസത്തിൽ അവരോട് തേടിയാൽ കുഴപ്പമില്ല. അവരെ പറയാൻ മറ്റൊരു കാരണമുണ്ട്, അതറിയിക്കുന്ന ഹദീസുണ്ട്. ഇതാ അതല്ല അഹദുക്കും ശൈഅൻ ഔ അറാദ ഔനൻ വഹുവ ബിഅർദിൻ ലൈസ ഫീഹാ അനീസുൻ ഫൽയഖുൽ യാ ഇബാദല്ലാഹ് വഫീ റിവായത്തിൻ അഗീസുനി ഇന്ന ലില്ലാഹി ഇബാദൻ ലാ തറൂഹു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങളൊരു വിജനമായ പ്രദേശത്തെത്തിയാൽ ഇതാ അതല്ലാഹിദുക്കും ശൈഅൻ ഔ അറാദ ഔനാ, നിങ്ങളൊരു വിജനമായ പ്രദേശത്തെത്തി പെട്ടെന്ന് വല്ലതും നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അത്യാഹിതം സംഭവിച്ചു, പെട്ടെന്നൊരു സഹായം വേണം, അടുത്ത ആരുമില്ല, ഒരു മനുഷ്യരവിടെയില്ല, സഹായത്തിന് ആരുമില്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കണേ എന്നവൻ വിളിച്ചുകൊള്ളട്ടെ. മറ്റൊരു റിവായത്തിൽ അറീഫുനി നിങ്ങൾ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊള്ളട്ടെ. കാരണം നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാത്ത അല്ലാഹുവിന്റെ അടിമകൾ അവിടെയുണ്ട്, അവർ നിങ്ങളെ സഹായിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറാനി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത സഹീഹായ ഹദീസാണ്. ഇത് തള്ളാൻ പറ്റാത്തത് കൊണ്ടോ എന്തോ, ചെറിയ ഒരു ബോധ്യം വന്നതുകൊണ്ടോ എന്തോ ഈ വിഭാഗം അഭിപ്രായം പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അവർ പുറത്തായി. അവരുടെ കാഴ്ചപ്പാട് പ്രകാരം അവർ മുശ്രിക്കായി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരോട് സഹായം തേടിയാൽ, ഞാൻ അവസാനിപ്പിക്കാൻ, ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ ഇവിടെ അടുത്തുള്ളവരാകട്ടെ ദൂരെയുള്ളവരാകട്ടെ ആരോട് തേടിയാലും നമ്മുടെ വിശ്വാസമാണ് മാനദണ്ഡം. ഡോക്ടറുടെ തൊട്ടുമുന്നിലെ ചെയറിൽ പോയിരുന്നിട്ട് എന്റെ തലവേദന മാറ്റിത്തരണം എന്നൊരു മനുഷ്യൻ പറഞ്ഞു. അയാളുടെ കൽബിലുള്ള വിശ്വാസം ഈ ഡോക്ടർക്ക് സ്വന്തമായി എന്റെ രോഗം മാറ്റാനുള്ള കഴിവുണ്ട് എന്ന വിശ്വാസത്തിൽ പറഞ്ഞാൽ അത് മുശ്രിക്കായി, അതോടെ മുശ്രിക്കായി. നേരെ മറിച്ച് അയാൾക്ക് ചില സാധ്യതകളും സിദ്ധികളും ഉണ്ട്, അയാൾ ചില കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, അയാൾ എനിക്ക് മരുന്ന് കുറിച്ച് തന്നാൽ ആ മരുന്ന് ഞാൻ കഴിച്ചാൽ അല്ലാഹുവിന്റെ ഇറാദത്തുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രം എന്റെ രോഗം മാറും. അതാണ് നമ്മുടെ വിശ്വാസം. അത് തൗഹീദാണ്, അതിന് കുഴപ്പമില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം
തന്റെ മുന്നിലുണ്ടായിരുന്ന ജനസമൂഹത്തെ ജിന്നുവർഗമുണ്ട്, മനുഷ്യന്മാരുണ്ട്, രണ്ട് വിഭാഗത്തോടും പറഞ്ഞു നിങ്ങളിവിടെ ശ്രദ്ധിക്കും. സയ്യിദുന സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്രയോ കിലോമീറ്റർ അപ്പുറത്തുള്ള യമനിലെ സബയിലുള്ള ബൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിലെ സിംഹാസനം തന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണ്. ഇവരുടെ ഭാഷയിൽ പറഞ്ഞ അബോധികമായ നേട്ടമല്ലേ? കാളവണ്ടിക്ക് ചക്രം കണ്ടുപിടിച്ചിട്ടില്ലാത്ത അന്നത്തെ കാലത്ത്, ജെറ്റ് വിമാനങ്ങളും സംവിധാനങ്ങളും ഇല്ലാത്ത അന്നത്തെ കാലത്ത് സയ്യിദുന സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, തൗഹീദ് പഠിപ്പിക്കാൻ വന്ന സയ്യിദുന സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മുന്നിലിരിക്കുന്ന മനുഷ്യരും ജിന്നുകളും ഉൾപ്പെടെയുള്ള വിഭാഗത്തോട് പറഞ്ഞു, യാ അയ്യുഹൽ മലഉ അയ്യകും യഅതീനി ബിഅർശിഹാ ഖബ്ല അൻ യഅതൂനി മുസ്ലിമീൻ. നിങ്ങളിൽ ആരാണ് ബൽഖീസ് ഇങ്ങോട്ട് വരുന്നുണ്ട് അവരുടെ ആളുകളും അവരെ ഇവിടെ എത്തുന്നതിന് മുമ്പ് അവളുടെ സഭയിലെ കൊട്ടാരത്തിലുള്ള സിംഹാസനം ഇവിടെ കൊണ്ടുവന്നു തരിക? ഇനി സിയാസല്ലേ, ഇത് സഹായകരമല്ലേ? ഇവരുടെ ഭാഷയിൽ പറഞ്ഞ അബോധികമായ തേട്ടല്ലേ? കാരണം ഒരു മനുഷ്യന്റെ മുടിയിടയിൽ ഇന്നത്തെ സംവിധാനങ്ങളും ടെക്നോളജിയും ഇല്ലാത്ത കാലത്ത് അത്രയും കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ആ സിംഹാസനം ഇവിടെ എത്തിക്കുക എന്നുള്ളത് സാധ്യമല്ല. ഇത് കേട്ടപ്പോ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഇഫ്രീത്ത്, ജിന്ന് വിഭാഗത്തിൽപ്പെട്ട ഇഫ്രീത്ത് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ ഇരുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പായിട്ട് ഞാൻ അതിവിടെ എത്തിച്ചു തരാം. സുലൈമാൻ നബിക്ക് തൃപ്തിയായില്ല, മതിയായില്ല. അപ്പോഴാണ് ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു. എന്താ മനുഷ്യന്റെ യോഗ്യത? വേദവിജ്ഞാനങ്ങളുണ്ടാകും. അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന വേദവിജ്ഞാനങ്ങളിൽ ജ്ഞാനിയായ അള്ളാഹുവിന്റെ ആരിഫായ മഹാനായ ഒരു മനുഷ്യൻ ആസിഫ് ബിൻ ബൽഖിയ, സാധാരണക്കാരനായ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആവശ്യം ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള സിംഹാസനം ഇവിടെ കൊണ്ടുവന്ന് തരണം. ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അഭൂതമായ തേട്ടമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളതാണ്. കാരണം അന്നത്തെ ടെക്നോളജിയിലും സംവിധാനത്തിലും അത് കൊണ്ടുവരിക സാധ്യമല്ല. അപ്പൊ സാധാരണക്കാരനായ ഒരു മനുഷ്യരോട് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അഭൗതികമായ തേട്ടം നടത്തിയില്ലേ? ഇവരുടെ വാദപ്രകാരം സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുശ്രിക എന്ന് പറയേണ്ടി വരില്ലേ? മഅല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആവശ്യപ്പെട്ടു. ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ കണ്ണ് ചിമ്മിത്തോക്കണം, ഞാൻ കൊണ്ടുവന്നു തരും. ആ മനുഷ്യന്റെ യോഗ്യത, ആ മനുഷ്യന്റെ ഇൽമുണ്ടായിരുന്നു, അള്ളാഹുവിനുള്ള ജ്ഞാനമുണ്ടായിരുന്നു, ആരിഫായിരുന്നു, വിലായത്തുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ടവരായിരുന്നു. അദ്ദേഹം നൊടിയിടയിൽ കണ്ണിന് ഒട്ടിത്തുറക്കുന്ന നേരം കൊണ്ട് ബൽഖീസിന്റെ സിംഹാസനം കൊണ്ടുവന്ന് കൊടുത്തു. അതിനെ പറ്റിയിട്ട് എന്നിട്ട് സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇത് ഇയാളുടെ യോഗ്യതയല്ല. സുലൈമാൻ നബിക്കറിയാം, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യം. ഈ മനുഷ്യന് കൊണ്ടുവരാൻ കഴിയില്ല. ഈ മനുഷ്യന് കൊണ്ടുവന്നത് അള്ളാഹു അയാൾക്ക് കൈ കൊടുത്തതുകൊണ്ടും തൗഫീഖ് കൊടുത്തതുകൊണ്ടാണ്. പാറപ്പള്ളി മദാറിന്റെ പടകൾ താണ്ടിക്കടന്നിട്ട് എന്തെങ്കിലും അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു മുഅ്മിൻ അവിടെ മറവിട്ട് കിടക്കുന്ന മഹത്വങ്ങളെ മുൻനിർത്തിയിട്ടോ ഇനി നേരിട്ട് അവരോടോ ആവലാതിയോ വേവലാതിയോ പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ആരും ശിർക്കാകാൻ പോകുന്നില്ല. വിശ്വാസമുള്ള കാലത്തോളം. എന്താ വിശ്വാസം? ഈ മണ്ണിനടിയിൽ കിടക്കുന്ന മനുഷ്യന് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അല്ലാഹു ആ മനുഷ്യനെ ആദരിച്ച് എന്റെ ആവശ്യം നിവർത്തി തന്നാലല്ലാതെ, പരിഹരിച്ചു തന്നാലല്ലാതെ. ഈ വിശ്വാസമാണ് നമുക്കുള്ളത്. അത് സ്ഥലത്തുള്ള ആളായാലും ജീവനുള്ള ആളായാലും മരിച്ചുപോയ ആളായാലും അതിനെല്ലാം തുല്യമാണ്. എല്ലാത്തിന്റെയും മാനദണ്ഡം അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ടാണോ അല്ലേ എന്നുള്ളതാണ്. എപ്പോഴാണോ അള്ളാഹുവിന്റെ ആവശ്യമില്ല, അള്ളാഹുവിന്റെ ആശ്രയമില്ല, ഏതെങ്കിലും ഒരു ശക്തിക്ക് നമുക്ക് വെള്ളം തരുന്ന ഉമ്മാക്ക് പോലും നമുക്ക് സ്വന്തമായി ആ സഹായം ചെയ്തു തരാൻ കഴിയുമെന്ന് വിശ്വാസിക്കുന്നതോടുകൂടെ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഈ വിശ്വാസമാണ്. അതുകൊണ്ട് പറ്റി ആരോട് നമ്മൾ സഹായം തേടിയാലും അതൊക്കെ അള്ളാഹുവിനുള്ള തേട്ടാണ്. ആരെ നമ്മളെ സഹായിച്ചാലും, മരിച്ചോര് സഹായിച്ചു,
ഇനി ഇവർക്ക് വേണമെങ്കിൽ ഇത്ര പറയാം. ഒന്നാമത് ഈ ശിർക്കിൽ കുറഞ്ഞ ഒരു പരിപാടി ഇല്ലാന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ അപകടം. എന്തൊക്കെ പറയാനുണ്ട്, അത് നല്ലതല്ല, അത് കറാഹത്താണ്, ഇനി പോട്ടെ ഹറാമാണ്, ഇനിയും പോട്ടെ അത് വൻപാവാണ്. ഇതും മറികടന്നത് ശിർക്കാണെന്ന് പറയുന്നത് എന്തിനാ? ഏറ്റവും കൂടിയാൽ ഒരു മരിച്ചുപോയ ഒരു വലിയ അരികിൽ ചെന്നുകൊണ്ട് നമ്മളുടെ പ്രത്യേകം ചെയ്യുന്ന ഇസ്തിഗാസ സുന്നത്താണെന്ന് പോലും നമുക്ക് വാദില്ല. അതൊരു അനുവദനീയമായ കാര്യമാണ്. പക്ഷെ അതിന്റെ പേരിൽ ശിർക്കാരോപണം നടത്താൻ പാടില്ല. കാരണം ഏറിക്കൂടിയാൽ സംഭവിക്കുക അതൊരു വിഡ്ഢിത്തം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മരിച്ച ആള് എങ്ങനെയാ സഹായിക്കുക? ഞാനിപ്പോ ഈ മുന്നിലിരിക്കുന്ന ഈ കസേര, എന്റെ വിശ്വാസം ഞാൻ ഈ കസേരയോട് എന്തെങ്കിലും ആവശ്യം ചോദിച്ചാൽ കസേര എനിക്ക് നിർവഹിച്ചു തരും. അല്ലെങ്കിൽ ഒരു വൃക്ഷം, ആ വൃക്ഷത്തോട് എനിക്ക് ഇവിടെ വന്ന് തണൽ തരണമെങ്കിൽ ആ വൃക്ഷത്തോട് ഞാൻ ആവശ്യപ്പെട്ടാൽ ആ വൃക്ഷം അവിടെ നിന്ന് വേരിളക്കി വന്ന് എനിക്ക് തണൽ തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എപ്പോൾ അല്ലാഹു ആ വൃക്ഷത്തിനെ കൊണ്ട് അങ്ങനെ ഉദ്ദേശിച്ചാൽ എന്ന് ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നാൽ എന്റെ കാര്യം നടക്കും. ഇല്ലെങ്കിൽ എന്റെ ആഗ്രഹം വെറുതെയായി എന്നല്ലാതെ ഒരു മരണപ്പെട്ടു പോയതോ ജീവിച്ചിരിക്കുന്നതോ ആയ വലിയനോ അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്കോ നമ്മുടെ രോഗങ്ങളോ പ്രയാസങ്ങളോ അവർ മുഖേന മാറുമെന്ന് നമ്മൾ വിശ്വസിച്ചാൽ അള്ളാഹു അത് മാറ്റിത്തന്നാൽ മാറും. ഇല്ലെങ്കിൽ അതൊരു ഉടമ്പടി എന്നല്ലേ പറയാൻ കഴിയും. മരിച്ചാൾ കേൾക്കുവോ? മരിച്ചാൾ മണ്ണായി പോയില്ലേ? അങ്ങനെയല്ലല്ലോ നമ്മുടെ അക്കീദ. നിങ്ങൾ കബറടക്കി തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ ചെരുപ്പിന്റെ ശബ്ദം പോലും കബറാളികൾ കേൾക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 6 അടി ആഴത്തിലേക്ക് ജീവനുള്ള ഒരു മനുഷ്യനെ ഇറക്കി വെച്ചിട്ട് മൂടുകല്ല് വെച്ച് മണ്ണിട്ട് മൂടി അതിന്റെ ഉള്ളിൽ ഓക്സിജൻ കൊടുത്താലും 50,000 വാട്സിന്റെ ശബ്ദത്തിൽ പുറത്തു നിന്ന് ഒച്ചയാക്കുകയോ അകത്ത് കേൾക്കൂല. ജീവനുള്ളപ്പോൾ കേൾക്കൂല, മരിച്ചാൽ കേൾക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ഹറമ അലൽ അർളി അദ്ദുൽ അജ്സാദൽ അംബിയാ, അംബിയാവിന്റെയും ഔലിയാവിന്റെയും ശരീരം ഭക്ഷിക്കുന്നത് അള്ളാഹു മണ്ണിന്റെ മേൽ ഹറാമാക്കിയിരിക്കുന്നു. നിങ്ങൾ നല്ലത് ചെയ്താലും തിന്മ ചെയ്താലും എന്റെ ഖബറിൽ ഞാൻ അറിഞ്ഞുകൊണ്ടേയിരിക്കും, എനിക്കത് അറിയിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അഖീദയിലും നമ്മുടെ വിശ്വാസങ്ങളിലും പിഴവ് സംഭവിച്ചിട്ടില്ല. ആ അഖീദയിൽ ഉറച്ചു നിൽക്കുക. എവിടേക്കാണ് നമ്മൾ ഓടിപ്പോകുന്നത്? ആ ഓടിപ്പോകുന്ന ഇടങ്ങളൊന്നും സുരക്ഷിതമല്ല. അവരുടെ വിശ്വാസങ്ങളിൽ അവർക്ക് പോലും വൈരാഗ്യങ്ങളും ശിർക്കാരോപണങ്ങളും നിലനിൽക്കുമ്പോൾ അല്ലാഹു അവർക്കൊക്കെ ഹിദായത്ത് നൽകി പാരമ്പര്യത്തിന്റെ യഥാർത്ഥ വഴിയിലേക്ക് ചേർന്ന് നിൽക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ ആശയാദർശങ്ങളിൽ അടിയുറച്ചു നിൽക്കുക. എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ ഉണ്ടായാലും നേരത്തെ നമ്മുടെ ഭംഗിയെ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാഇ നബ്ബറല്ലാഹു മർഖദ കണ്ണിയത്ത് ഉസ്താദ് അവരൊക്കെ ജീവിച്ച് അവരൊക്കെ വിടവലഞ്ഞു പോയ ആ ജാജ്വല്യമാനമായ സരണിയിലേക്ക് ചേർന്ന് നിൽക്കുക. അല്ലാഹു നമ്മുടെ നാട്ടിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയെ ശക്തിപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഈമാനിനെ അല്ലാഹു ഊട്ടിയുറപ്പിക്കുമാറാകട്ടെ. മരണം വരെ വിശ്വാസത്തിന് എന്ത് സംഭവിച്ചാലും പൊറുക്കപ്പെടും. പക്ഷേ വിശ്വാസത്തിന്റെ വൈകല്യങ്ങൾ സംഭവിച്ചാൽ രക്ഷപ്പെടില്ല. അതുകൊണ്ട് വിശ്വാസത്തിന്റെ വൈകല്യങ്ങളില്ലാതെ തുടർന്നു പോവുക. അല്ലാഹു നിലനിർത്തി തരട്ടെ. നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ അല്ലാഹു നല്ല ബോധ്യം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെ കാസർഗോഡ് ജില്ലയിൽ നടക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക ഐതിഹാസിക മഹാസമ്മേളനത്തിലേക്ക് ഒരു ഹിന്ദുവായി അണിചേരാൻ ഞങ്ങൾ ഓരോ ആളുകളെയും ഹൃദയം തൊട്ട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.